ഹലോ, സ്ക്രീന് കാണുന്നില്ലല്ലോ? ഇല്ല സർ. ഓക്കെ, ഒരു മിനിറ്റ്. കാണാമോ? ആ, കാണാം. അത് നമ്മള് ഒരു ക്വസ്റ്റ്യൻ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. പല രീതിയിൽ ഈ ട്രാൻസ്ലേഷന്റെ ക്വസ്റ്റ്യൻസ് നമ്മോട് ചോദിക്കാൻ സാധ്യതയുണ്ട്. അതിലുള്ള ചോദ്യമാണ് അത്തർജമ സ്വഹീഹ ലിൽ ഇബാറ. ഒരു ഇബാറത്ത് കൊടുത്തിട്ട് ഇതിന് കൃത്യമായിട്ടുള്ള ട്രാൻസ്ലേഷൻ പറയാനാണ് നമ്മൾ ചോദിക്കുന്നത്. സ്വാഭാവിക ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എന്താണ് ചോദിക്കുന്നത് എന്ന്. സ്ക്രീന് വലുപ്പല്ലേ? ഇല്ല സർ, സ്ക്രീൻ ഒന്ന് കാണാമോ? ഇല്ല ഇല്ല, സ്റ്റിൽ വലിപ്പത്തിലില്ല. അവിടെ ഒരു കപ്പിന്റെ ചിഹ്നം കാണുമല്ലോ, ഒന്നുകൂടെ. സ്റ്റോപ്പ് ചെയ്തിട്ട് ഇപ്പൊ ഓക്കെ ആയോ? ഇല്ല സർ. സോറി. ഇപ്പൊ പോയി സ്ക്രീൻ. ഞാൻ ഓഫ് ആക്കി. ഒരു മിനിറ്റ്, ഒന്നും ട്രൈ ചെയ്ത് നോട്ടെ. സാറിന്റെ ക്ലാസ് കേൾക്കാനുള്ള ഇൻട്രസ്റ്റ് ഉണ്ടാന്ന് തോന്നുന്നത്. ഞങ്ങൾ സൂം ചെയ്തോളാം എന്നൊക്കെ കുട്ടിയോട് പറയുന്നുണ്ട്. സോറി. ഇപ്പോഴും സെയിം ആണോ? ആണ് സർ. സ്ലൈഡ് ഷോ ഒന്ന് കൊടുത്തു നോക്കോ? വ്യത്യാസമില്ല അല്ലേ? ഇല്ല. സ്ലൈഡ് ഷോ കൊടുത്തിട്ട് ഒന്ന് ജോയിൻ ചെയ്യാം. സർ, പ്രയാസമാണെങ്കിൽ നമുക്ക് അത് മതി. കുട്ടികൾ സൂം ചെയ്തോളാന്ന് പറയുന്നുണ്ട്. ആണോ? ആ, ഞാൻ അങ്ങനെ തന്നെ അറ്റംപ്റ്റ് ചെയ്തിട്ടോ, അത് നടക്കുന്നില്ല. സ്ലൈഡ് മാറുന്നുണ്ടോ? ചേഞ്ച് ആവുന്നുണ്ട്. ഓക്കെ. അപ്പൊ നമ്മള് ഒരു ക്വസ്റ്റ്യൻ വന്നത് ബാങ്ക് ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്നാണ്. ബാങ്ക് ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ്. അപ്പൊ ഇവിടെ നമ്മള് ഇതിൽ നമുക്ക് പെട്ടെന്ന് ഇതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ടാവും. ഒന്ന് മാത്രം ശരി, രണ്ടും ശരി, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ, അല്ലെങ്കിൽ എല്ലാം തെറ്റാണ്, അങ്ങനെയുള്ള ഓപ്ഷൻസ് ഒക്കെ വരാം. അവിടെ കൊടുത്തിട്ട് രണ്ട് ട്രാൻസ്ലേഷൻ കുത്തുബു ഇത്തിമാദാത്ത് മസ്റഫിയ എന്നാണ്, അതുപോലെ റസായിലു ദീവാൻ അൽ മസ്റഫിയ എന്നാണ്. എനിക്ക് തോന്നുന്നത് ആ ക്വസ്റ്റ്യന് ഇത് ദുയൂൻ കഴിക്കാൻ ഒരു പക്ഷെ അവർ കൊടുത്തിട്ടുണ്ടാവുക, അത് ദീവാൻ ആയതായിരിക്കും ഞാൻ കരുതുന്നു. റസായിലു ദുയൂൻ അൽ മസ്റഫിയ. ക്രെഡിറ്റ് കാണുന്ന സ്ലൈഡ് മാറുന്നില്ല. സാറിന്റെ പേര് തന്നെ കിടക്കുക. ആണോ? സർ, അതിന്റെ താഴത്ത് ഒരു ആ ചാർജിങ് കാണിക്കുന്നതിന്റെ തൊട്ടിപ്പുറത്തുള്ള ഒരു അതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയോ? ഇതല്ലേ? അത് ക്ലിക്ക് ചെയ്ത് ഞാന് വരുന്നില്ല അല്ലെ? അപ്പൊ സ്ലൈഡ് പ്രസന്റേഷൻ ആയി. പക്ഷെ
അവിടെ ആയില്ല. ഇപ്പൊ വന്നു, ബാങ്ക് ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് വന്നു. അതവിടെ മാറിയത് കൊണ്ടായിരിക്കും. ഓക്കെ, അപ്പൊ എനിവേ ബാങ്ക് ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയും. ക്രെഡിറ്റ് കാണുമ്പോൾ നമ്മുടെ മനസ്സിൽ ദൈന് ദുയൂന് വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അതിന് കൃത്യമായ ടേം ഉണ്ട്. ആ ടേം നമുക്കറിയണം. അതാണ് എത്തിമാദി എന്ന പദം. എത്തിമാദി എന്ന പദം ക്രെഡിറ്റ്, ലോണ് എന്നൊക്കെ ഉപയോഗിക്കുന്ന പദം. നമുക്ക് പരിചയമുണ്ട്. ഏത്തമത എന്ന് പറഞ്ഞാൽ ആശ്രയിച്ചു എന്നാണല്ലോ. ശരിക്ക് ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത് നമ്മളെ പിന്നെ ഇപ്പൊ നമ്മള് ബാങ്കിലൊക്കെ അല്ല ഒരു ബിസിനസ് നടത്തുകയാണെങ്കിൽ ഈ വാങ്ങുന്ന ആള് കൃത്യമായിട്ട് കാശ് തരും, അല്ലെങ്കിൽ ബാങ്ക് തരും എന്ന് പറഞ്ഞു കൊടുക്കുന്ന ലെറ്ററിനാണ് നമ്മൾ ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് എന്ന് പറയുന്നത്. അപ്പോ ആ ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റിന് ഉപയോഗിക്കുന്ന പദമാണ്. രണ്ട് രീതിയിലാണ് അതിന് കാണാവുന്നത്. ഒന്ന് കിതാബു ഇത്തിമാദ് മസ്റഫി എന്ന് കാണാം, അല്ലെങ്കിൽ കിതാബു ഇത്തിമാദാത്ത് മസ്റഫിയ, അല്ലെങ്കിൽ ഖിതാബ്. രണ്ടും എഴുത്തുന്നില്ല തന്നെയാണ്. കിതാബിന് ജമ്മാണ് കുത്തുബടെ ഉപയോഗിച്ചിട്ടുള്ളത്, ലെറ്റേഴ്സ് നില്ലിന്. അപ്പോ ഇപ്പൊ നമ്മൾ പറഞ്ഞ കുത്തുബു എത്തിമാദാത്ത് മസ്റഫിയ. അപ്പൊ ലെറ്റർ ഓഫ് ക്രെഡിറ്റ് എന്ന് സിംഗുലായിട്ട് പറയുകയാണെങ്കിൽ കിതാബു എത്തിമാദ് എന്നാണ്, അല്ലെങ്കിൽ ഖിതാബു എത്തിമാദ്. രണ്ടും ലെറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് ആണ്. അപ്പൊ രണ്ട് രീതിയും ചോദിക്കാൻ സാധ്യത ഉണ്ട്. ഖിതാബ് എന്ന് പറഞ്ഞ ലെറ്റർ ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്, കിതാബ് എന്ന് പറഞ്ഞാൽ ലെറ്റർ ആണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ റിസാല കണ്ടത് കൊണ്ട് നമ്മൾ ഓടി എന്ത് ചെയ്യാൻ പാടില്ല, ലെറ്റർ സെലക്ട് ചെയ്യാൻ പറ്റുക. റസായിലുൽ എന്നുള്ള ഓപ്ഷനിലേക്ക് പോകാൻ പാടില്ല. ക്രെഡിറ്റ് എന്നുള്ള ഈ കോണ്ടെക്സ്റ്റിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ ആയിട്ട് വരുന്നത് ഖിതാബ് എത്തിമാദ് എന്ന് തന്നെയാണ്. ഇനി ഞാൻ അതിനോട് ബന്ധപ്പെടുത്തി എത്തിമാദ് എന്ന പദം നമ്മൾ ധാരാളമായിട്ട് കാണുന്നതാണ്. ഇപ്പൊ മുത്തമദ് എന്നൊക്കെ പറയുമ്പോൾ, അപ്രൂവ്ഡ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന പദമാണ് എത്തിമാദ്, അല്ലെങ്കിൽ മുത്തമദ് ഒക്കെ ഉപയോഗിക്കാറുണ്ട്. അതുകൊണ്ട് ഞാൻ അതേ രീതിയിൽ വരയ്ക്കുന്ന ടേമും കൂടി ഉൾക്കൊള്ളിച്ചിരിക്കുകയാണ്. ഔറാഖുൽ എത്തിമാദ് എന്ന് പറഞ്ഞ ക്രെഡൻഷ്യൽസ് എന്നാണ്. ഓക്കെ, can you follow me? Yes sir. Yeah. Okay. അപ്പൊ ആ പദം ഇനി വേണമെങ്കിൽ ചോദിക്കാം. അതുകൊണ്ടാണ് ഞാൻ ഔറാഖുൽ ഇത്തിമാദ് എന്നൊരു പദം കൂടി ആഡ് ചെയ്തത്, ഇതിനോട് ബന്ധപ്പെട്ട് വരുന്ന പദങ്ങൾ. മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് നജാഹുൽ മുഫാവലാത്ത്. അപ്പൊ അതിൽ ഓപ്ഷൻസ് കൊടുത്തിട്ടുള്ളത് കോൺക്വയറിംഗ് ഫ്ലഡ്, സക്സസ് ഓഫ് നെഗോഷിയേഷൻ എന്നാണ്. ഇവിടെ നമ്മള് ഇപ്പൊ ഫാല എന്നൊക്കെ പറഞ്ഞാൽ നമുക്കറിയാം കവിഞ്ഞൊഴുകി എന്നാണ്. അപ്പൊ ആ ഒരു നോളജ് നമുക്കുള്ളൂ എങ്കിൽ നമ്മളൊരു പക്ഷെ ഫ്ലഡ് കാണുമ്പോൾ വേഗം ചാടി വീണ്ടുണ്ടാവും. അപ്പൊ അത് നമ്മൾ ഈ പദം വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള, നമ്മൾ വ്യാപകമായിട്ട് പത്രങ്ങളിലും കാണുന്ന പദമാണ്, അല്ലെങ്കിൽ ഔദ്യോഗിക ഡിപ്ലോമാറ്റിക് ഡോക്യുമെന്റ്സിലൊക്കെ കാണുന്ന പദമാണ് മുഫാവലാത്ത് എന്ന് പറയുന്നത്. ഫാവല എന്ന് പറഞ്ഞ നെഗോഷിയേറ്റ് എന്നാണ്, കൂടിയാലോചന നടത്തിയെന്നാണ് നെഗോഷിയേറ്റ്, മുഫാവല. അപ്പോ ഫാവല എന്ന് വെർബ് എടുക്കുമ്പോ അതിന്റെയാണ് മുഫാവലാത്ത്, നെഗോഷിയേഷൻസ്. അപ്പോ സക്സസ് ഓഫ് നെഗോഷിയേഷൻ, നജാ നമുക്കറിയാലോ. അപ്പൊ തന്നെ നമുക്ക് ഏകദേശം പിടിത്തം കിട്ടും. ഇവിടെ കോൺക്യൂർ എന്നല്ല, അപ്പൊ സക്സസ് ഓഫ് നെഗോഷിയേഷൻ. പക്ഷെ ഫാല എന്ന പദം ബേസ് ചെയ്തിട്ട് നമ്മൾ ഫ്ലഡിലോട്ട് ഓടി പോകരുത് എന്ന് ചുരുക്കം. അപ്പൊ ഇതിനോട് ബന്ധപ്പെട്ട് നമ്മൾ ഉപയോഗിക്കാറുള്ള വ്യാപകമായിട്ട് വരുന്ന ഒന്ന് രണ്ട് പദങ്ങൾ കൂടി ഞാൻ പരിചയപ്പെടുത്താണ്. ഫാവല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നെഗോഷിയേറ്റ്, ഫാവല, തഫാവല, അങ്ങനെയൊക്കെ ഉപയോഗിക്കാറുണ്ട്. അതുപോലെ നമ്മൾ കാണുന്ന ഒരു പദമാണ് ഫവ്വല എന്ന് പറയുന്നത്. ഫവ്വല എന്ന് പറഞ്ഞാൽ ഓതറൈസ് ചെയ്യാന്നാണ്, ഏൽപ്പിച്ചു. അപ്പൊ മുഫവ്വദാണ് ഓതറൈസ്ഡ്, ഒരു ഡ്യൂട്ടി ഏൽപ്പിക്കപ്പെട്ട ആള്. അതുകൊണ്ട് തന്നെ നമ്മൾ കമ്മീഷണർ നിലയിൽ മുഫവ്വദ് ഉപയോഗിക്കാറുണ്ട്. ഇപ്പോ ലീഗൽ ട്രാൻസ്ലേഷൻ ഒക്കെ വരുമ്പോൾ ഉപയോഗിക്കുന്ന ടൈമാണ് മുഫവ്വദ്, കമ്മീഷണർ. അതുപോലെ ഹൈ കമ്മീഷൻ എന്ന് പറയുകയാണെങ്കിൽ മുഫവ്വദ് സാമിൻ എന്നാ പറയാ, മുഫവ്വദ് സാമിൻ, ഹൈ കമ്മീഷണർ. അപ്പൊ അങ്ങനെ പദങ്ങളും ചോദിക്കാൻ സാധ്യത ഉണ്ട്. അതേസമയം അത് അഡ്ജക്റ്റീവ് സെൻസിൽ ഉപയോഗിക്കുമ്പോൾ ഓതറൈസ്ഡ് എന്നുള്ളതിന് മുഫവ്വദ് ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഫാവല നെഗോഷിയേറ്റ്, ഫവ്വല ടു ഓതറൈസ്, മുഫവ്വദ് കമ്മീഷണർ അല്ലെങ്കിൽ ഓതറൈസ്ഡ്. അതോടുകൂടെ ഈ നെഗോഷിയേഷൻ കാണുമ്പോൾ വരാറുള്ള ഒരു ഫ്രേസ് ആണ് മുഫാവല സുനായിയ. നിങ്ങൾക്ക് അറിയുമായിരിക്കും സുനായി, സുനാനി രണ്ടാണല്ലോ. സുനായി എന്ന് പറഞ്ഞാല് ബൈലേറ്ററൽ, അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള നെഗോഷിയേഷൻസ്, അത് രണ്ടാളുകൾ തമ്മിൽ നെഗോഷിയേഷൻ പറയാം നമ്മൾ മുഫാവല സുനായിയ എന്നാണ്. ഓക്കെ, ആ പദവും ചോദിക്കപ്പെടാനൊക്കെ സാധ്യതയുള്ള, അത് നമ്മൾ ഈ വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ടെക്നിക്കൽ പദങ്ങൾ തന്നെയാണ് ധാരാളമായിട്ട് ഈ ക്വസ്റ്റ്യൻസിൽ കാണുന്നത്. മറ്റൊരു ചോദ്യമാണ് അൽ മബ്ലഉ അത്തഅവീലി എന്ന് പറയുന്നത്. ഇവിടെ മബ്ലഇന്റെ അർത്ഥം നമുക്കറിയാം, നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന എമൗണ്ട്,
അപ്പൊ അത് കിട്ടിയാൽ തന്നെ നമുക്ക് ഏകദേശം കിട്ടും. പക്ഷെ ഒന്നും നമ്മൾ ഉറപ്പുവരുത്തണമെന്ന് മാത്രം. ഈ ഇവൽ എന്ന് പറഞ്ഞാൽ പകരം എന്നാണല്ലോ, കോമ്പൻസേഷൻ ആണ്. തഅവീൽ ഇവൽ എന്ന് പറയാം, തഅവീൽ എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ ആണ്, നഷ്ടപരിഹാരം എന്നൊക്കെ പറയുന്നതാണ്. അപ്പൊ കോമ്പൻസേഷൻ എമൗണ്ട് മബല എമൗണ്ട് പല ആളെ എത്തിച്ചു. അപ്പൊ നമ്മള് മബല എത്തിക്കുന്ന സ്ഥലം എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ അൾട്ടർനേറ്റീവ് ഗോൾ നമ്മൾ എഴുതി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് പകരം തഅവീൽ എന്ന് പറഞ്ഞാൽ കോമ്പൻസേറ്റ് ചെയ്യണം. അവ്വദ എന്ന് പറഞ്ഞാൽ കോമ്പൻസേറ്റ്, നഷ്ടപരിഹാരം നൽകുക എന്നുള്ളതാണ്. ഇവൽ എന്ന് പറഞ്ഞാലും തഅവീൽ എന്ന് പറഞ്ഞാലും കോമ്പൻസേഷൻ ആണ്. അപ്പൊ ഇതൊരു അഡ്ജക്റ്റീവ് ഫോമിൽ ഉപയോഗിച്ചു, അൽ മബ്ലഉ തഅവീദി. അപ്പൊ കോമ്പൻസേഷൻ എമൗണ്ട്, ദാറ്റ് ഈസ് ദ കറക്റ്റ് ആൻസർ. അപ്പൊ ഞാൻ അതിനോട് ബന്ധപ്പെട്ട രണ്ട് പദം നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് തഅവീലാത്ത് കോമ്പൻസേഷൻ, അല്ലെ ഇവൽ എന്ന് പറഞ്ഞാൽ കോമ്പൻസേഷൻ തന്നെയാണ്. ഇനി ഇതിനോട് കൂടെ നമ്മൾ കാണാറുള്ള മറ്റൊരു പദമാണ് ഇവലൻ അൻ എന്ന ഫ്രേസ് കാണാറുണ്ട്. ഇവലൻ അൻ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റെഡ് ഓഫ് എന്നാണ്. അപ്പോ ഇവലൻ അൻ ദാലിക, ഇപ്പൊ ഞാൻ എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സാറോട് പറഞ്ഞു, നിങ്ങളെ ക്ലാസ്സിന് എന്റെ ക്ലാസ്സിൽ നിന്ന് എടുക്കാൻ പറ്റിയില്ല, അതിന് പകരമായിട്ട് ഞാൻ അടുത്ത ദിവസം എടുത്തോളാം എന്ന് പറയുമ്പോൾ സൗദരിസ് ത്വലബ ഇവലൻ അൻ ദർസി اليوم സൗദരിസ് ത്വലബ يوم الاثنين ഇവലൻ അൻ ദർസി يوم الخميس അല്ലെ يوم الجمعة. അപ്പോ ഇൻസ്റ്റെഡ് ഓഫ്, ഇൻ പ്ലേസ് ഓഫ് എന്നും ഉപയോഗിക്കാറുണ്ട്. അത് ഒരു ഫ്രേസ് ആണ്, അതുകൊണ്ട് ബന്ധപ്പെടുത്തി പറഞ്ഞു എന്ന് മാത്രം. ഇനി മറ്റൊരു ചോദ്യം കണ്ടത് വാഹിദ് മിൻ മുസ്തലഹാത്തിൽ ആത്തിയ, അല്ലാത്തിയ നീതിണ്ടോ, ആത്തിയ എന്നുള്ളൂ. الآتية لا ينتمي إلى مصطلحات تقنية المعلومات. മുസ്തലഹാത്ത് എന്ന് പറഞ്ഞാൽ ഈ DMC ടേംസ് ഒക്കെ മുസ്തലഹാത്ത് ഉപയോഗിക്കാറുണ്ട്. അപ്പോ ഇവിടെ ഈ താഴെ കൊടുത്ത ടേമുകളിൽ ഒന്ന് തഖ്നിയത്തുൽ മാലൂമാത്ത്, നിങ്ങൾക്കറിയാം, ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പൊ IT-യുമായി ബന്ധപ്പെടാത്തതാണ്. ഏതാണ് നമ്മൾ പറയേണ്ടത്? അപ്പോ ഈ നമ്മൾ പൊതുവെ നമ്മുടെ മൊബൈലിലൊക്കെ അറബി ആക്കി കഴിഞ്ഞാൽ പൊതുവെ ഇത്തരം ടേമുകൾ വ്യാപകമായിട്ട് കാണാൻ കഴിയും. അതുപോലെ ഇതിന്റെ പുതിയ അർത്ഥങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. ഇപ്പൊ തസഫഹ എന്ന് പറഞ്ഞാല് ബ്രൗസ് എന്നാണ്. തസഫഹ, സൊഫഹത്ത് എന്ന് പറഞ്ഞ പേജ് എന്നതിന്റെ അർത്ഥം ഉണ്ടല്ലോ, സൊഫത്. അപ്പോ അതിൽ നിന്ന് വരുന്നതാണ് തസഫഹ. തസഫഹ്തു ഫിൽ ജരീദ എന്ന് പറഞ്ഞ ഐ എക്സാമിൻഡ് ഓർ ചെക്ക്ഡ് ഇൻ ദ ന്യൂസ് പേപ്പർ എന്നാണ്. ന്യൂസ് പേപ്പറിൽ നമ്മൾ തപ്പി അന്വേഷിച്ചു എന്നൊക്കെ പറയാൻ വേണ്ടി ഉപയോഗിക്കുന്ന പദമാണ്. അപ്പൊ സ്വഹീഫത്ത്, സൊഫഹ എന്ന് പറഞ്ഞ തസഫഹ അതിൽ നിന്ന് വരുന്ന തന്നെയാണ്. പിന്നെ അപ്പോ തസഫഹ എന്ന് പറഞ്ഞ ബ്രൗസ് എന്നർത്ഥത്തിനാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അത് എന്തായാലും ടെക്നോളജിയുമായി ബന്ധപ്പെട്ടതിന്. പിന്നെ മുജല്ലദ്, നമ്മുടെ മനസ്സിൽ പെട്ടെന്ന് വരിക വോളിയം എന്നില്ലാണ്. മുജല്ലദ്, അൽ മുജല്ലദ് അവ്വൽ സാനി. പക്ഷെ കമ്പ്യൂട്ടർ സിസ്റ്റവുമായിട്ടോ ബന്ധപ്പെടുത്തി പറയാറുള്ളത് ഫോൾഡർ എന്ന് പറയുന്ന പദമാണ് മുജല്ലദ്. മലഫ് എന്ന് പറയാറുണ്ട്, ഫയല് എന്ന് പറഞ്ഞു കൊടുത്ത്. അതുപോലെ ഫോൾഡർ എന്ന രീതിയിൽ മുജല്ലദ് ഉപയോഗിക്കുന്നുണ്ട്. തസ്മീം എന്ന് പറഞ്ഞാൽ ഡിസൈൻ എന്നാണ്. സ്വമമ നട്ടു ഡിസൈൻ ചെയ്യാന്ന് വേറെ അർത്ഥമുണ്ട്. സ്വമ തീരുമാനിച്ചു അർത്ഥം. തസ്മീം ഈ കോണ്ടെക്സ്റ്റിൽ നമുക്ക് ഡിസൈൻ എന്നുള്ള അർത്ഥം കൊടുക്കാൻ പറ്റും. ഈ ഡിസൈൻ എന്ന പദം പറയുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്ന ഒരു പദമാണ് മുസമ്മിമുൽ അസിയ. സിഇ എന്ന് പറഞ്ഞ ഡ്രസ്സാണ്, ഡ്രസ് കോഡ്. നമ്മള് അസിയുൽ ഇസ്ലാമി എന്ന് പറഞ്ഞ ഇസ്ലാമിക് ഡ്രസ് കോഡ് എന്നാണ്. അസിയുൽ ഇസ്ലാമി, ഇസ്ലാമിക് ഡ്രസ് കോഡ്. അപ്പം അതിനോട് അതിന്റെ ജമ്മാണ് അസിയ എന്ന് പറയാം, അസിയ. അപ്പൊ മുസമ്മിമുൽ അസിയ എന്ന് പറഞ്ഞ ഫാഷൻ ഡിസൈനർ എന്നാണ്. മുസമ്മിം സൊമ്മയുടെ ഇസ്മുൽ ഫായിലാണ് മുസമ്മിം. അതിനെ ഇലാഫിയ മുസമ്മിമുൽ അസിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഫാഷൻ ഡിസൈനർ. അപ്പോ സൊമ്മ എന്ന് പറഞ്ഞ ഡിസൈനിങ്, അതും നമ്മൾ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട തന്നെയാണ്. ഇവിടെ മുഹാമി നമുക്കറിയാം, ലോയർ ആണ്. അപ്പൊ അത് അതിനോട് അങ്ങനെ കണക്ഷൻ ഇല്ലാത്ത പദമാണ്. അപ്പൊ അതാണ് ഇതിൽ പെടാത്ത പദം. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ടല്ലോ? സ്പീഡ് ആവുന്നുണ്ടോ? ഓക്കെ, എനിക്ക് പ്രതികരിക്കുന്ന കുട്ടികളെ ഇഷ്ടം. എനിവേ ഒരുപാട് ആളുകൾ ഉണ്ടായതുകൊണ്ട് ഒരു പക്ഷെ അത് അപ്രാപ്യമായിരിക്കും. എനിവേ ലെറ്റ് us go ahead. ഇനി വേറെ ഒരു ചോദ്യം, മാതാ ചാനി കലിമത ബൂലീസ. ബൂലീസ എന്ന് പറഞ്ഞാൽ എന്താണ്? പോലീസ് കാണുമ്പോൾ നമ്മള് ശരിക്കും അതിനെ അറബിവൽക്കരിച്ചാണ് എന്ന് എഴുതിയിട്ട് പോലീസിനെ വരാൻ ഒരു സാധ്യതയുണ്ട്. അത് പോലീസ് എന്ന് വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന പദം തന്നെയാണ് പോലീസ് എന്നില്ലിന്. അപ്പോ ആ പദം നമുക്ക് അറിഞ്ഞാലേ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുള്ളൂ. കാരണം പോലീസിന് സുഹൃത്തി അങ്ങനെയൊക്കെ പദങ്ങളുണ്ടല്ലോ. അപ്പൊ ലേഡി പോലീസ്, അപ്പൊ അത് മോന്നസേക്കാണ് പോലീസ, അങ്ങനെ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ പോലീസ എന്ന് പറഞ്ഞ പോളിസിയാണ്, പോളിസി.
പോളിസിയെ അറബിവൽക്കരിച്ചാണ് ബൂലീസ എന്ന് പറയുന്നത്. അപ്പോ ബൂലീസത്തു തഅമീൻ എന്ന് പറഞ്ഞ ഇൻഷുറൻസ് പോളിസിയാണ്. അങ്ങനെ ഉപയോഗിക്കാം. അപ്പൊ ചിലപ്പോൾ ഒരു പക്ഷേ അടുത്ത പരീക്ഷയ്ക്ക് ബൂലീസ് ചോദിച്ചില്ലെങ്കിലും ബൂലീസ് തഅമീൻ ചോദിക്കാം. ഇൻഷുറൻസ് പോളിസി. തഅമീൻ എന്നതിന്റെ കൂടെ ഞാൻ ഓർമ്മ വന്നപ്പോ പറയാണ്, ഈ തഅമീൻ എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് പോളിസി അല്ലെ, അമ്മന അമ്ന് നിർഭയത്വം കൊടുക്കുക, അപ്പൊ ഇൻഷുറൻസ് പോളിസി. അതേസമയം തംവീൻ എന്നാണെങ്കിൽ മവ്വന എന്ന് പറഞ്ഞ റേഷനാണ്. അപ്പൊ ബിതാഖത്തു തംവീൻ എന്ന് പറയാണ്, ബിതാഖത്തു തംവീൻ റേഷൻ കാർഡ്. ഞാൻ തഅമീൻ എന്ന് പറഞ്ഞ പറയുന്നത് തംവീൻ, താ മീമ് വാവ് യാ നൂന്. തംവീൻ എന്ന് പറഞ്ഞാൽ റേഷൻ കാർഡാണ്, ബിതാഖത്തു തംവീൻ. ഓക്കെ, അപ്പൊ സാന്ദർഭികമായി പറഞ്ഞു. അത്തരം പദങ്ങളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പദങ്ങൾ തന്നെയാണ് ഏകദേശം ചോദിക്കുന്നത്, അതുകൊണ്ട് മെൻഷൻ ചെയ്തത് മാത്രം. ഇനി ഈ ടൈപ്പിലുള്ള മാതാ താനി കലിമ കമ്മിയ. കമ്മിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓപ്ഷൻസ് ക്വാളിറ്റി, സ്കേസിറ്റി, മെഷർമെന്റ്, ക്വാണ്ടിറ്റി. ഇവിടെ നമ്മള് ഇത് കമ്മിയെ കൈഫിയെയോ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വരും. കം എന്ന് പറഞ്ഞാൽ എത്ര എന്നാണ്. എത്ര നമ്മൾ ചോദിച്ചത് ക്വാണ്ടിറ്റിയെ കുറിച്ച് ചോദിക്കാനാണ്, ക്വാളിറ്റി ചോദിക്കാനല്ലല്ലോ. കൈഫ ഹാരുഖ് എന്ന് പറഞ്ഞാല് നിങ്ങളുടെ ക്വാളിറ്റിയാണ് ചോദിക്കുന്നത്. കൈഫ ദാലിക് അതെങ്ങനെയായിരുന്നു. അപ്പൊ കൈഫിയ എന്ന് പറയുമ്പോൾ ക്വാളിറ്റി, കമ്മിയ എത്ര ഉണ്ട് എന്ന് ചോദിക്കും ക്വാണ്ടിറ്റിയാണ്, അളവാണ് ചോദിക്കുന്നത്. ഓക്കെ, ഗുണമല്ല. അപ്പൊ ക്വാളിറ്റിക്ക് നമ്മൾ ഉപയോഗിക്കുന്ന പദം കൈഫിയത്താണ്, അല്ലെ ജൗദ. ഇപ്പോ ഒരു കാറോ ഒരു മൊബൈലൊക്കെ വാങ്ങുമ്പോ മാ ജൗദ എന്ന് ചോദിച്ചാൽ വാട്ട് ഈസ് ഹിസ് ക്വാളിറ്റി എന്നൊക്കെ ചോദിക്കുകയാണ് ജൗദയാണ്, അല്ലെ ജൗദ ജമ്മി, ജൗദ മുംതാസ എന്നൊക്കെ നമുക്ക് പറയാൻ സാധിക്കും. ജൗദ ക്വാളിറ്റി ഉപയോഗിക്കുന്ന പദമാണ്. അത് കൈഫിയ എന്ന് പറയുമ്പോഴും. സ്കേസിറ്റി ആണ് കുറവാണ്, ലാക്ക് ഓഫ് വാട്ടർ, കില്ലത്തുൽ മാ എന്ന് പറയുന്നത് പോലെ. അപ്പൊ കില്ലത്താണ് അവിടെ സ്കേസിറ്റിക്ക് ഉപയോഗിക്കുന്ന ഓപ്ഷൻ. നമ്മൾ ഇന്ത്യയിൽ കമ്മെന്ന് കേട്ടിട്ടേ അല്ലെ വളരെ കമ്മി എന്നൊക്കെ മലയാളത്തിൽ പറയാറുണ്ടല്ലോ, കുറവാണ് എന്നല്. അത് വെച്ചിട്ട് സ്കേസിറ്റി കൊടുക്കാൻ പറ്റൂല. അപ്പൊ അങ്ങനെ ചെറിയ എന്തെങ്കിലും ഒരു കളി ഉണ്ടാകും ക്വസ്റ്റ്യനിൽ, അത് നമ്മൾ ഐഡന്റിഫൈ ചെയ്യണം. പിന്നെ നമ്മൾ അറിഞ്ഞേണ്ട ഒരു പദമാണ് മെഷർമെന്റ്. മെഷർമെന്റ് കാസ, അതിന്റെ മസ്ദർ നൗണാണ് ഖിയാസ് എന്ന് പറയുന്നത്. അതുപോലെ ഇത് പറഞ്ഞപ്പോൾ ഓർമ്മ വന്നൊരു പദമാണ് മക്കാസ്. ഇപ്പൊ നമ്മുടെ ഡ്രസ്സിന്റെ നിന്റെ സൈസ് എത്രയാണ്, മാ മക്കാസു എന്ന് ചോദിക്കുക. വാട്ട് ഇസ് യുവർ സൈസ്? ഒരു ഡ്രസ്സൊക്കെ എടുക്കാൻ പോകുമ്പോ അപ്പൊ മക്കാസ് സൈസ് എന്നുള്ള ആ ഒരു അർത്ഥന. ഹജ്മുണ്ടാകും, പക്ഷെ അതിനേക്കാൾ ആ കോണ്ടക്സ്റ്റിൽ ഉപയോഗിക്കുന്നത് മെഷർമെന്റുമായി ബന്ധപ്പെട്ട് മക്കാസ് എന്നാണ്. മാ മക്കാസു മക്കാസു, വാട്ട് ഇസ് യുവർ സൈസ്. അപ്പൊ അത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തതാണ്. അടുത്തത് ഇനി ഇതില് എക്സെപ്ഷൻ ആയിട്ട് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, ഇത് നമ്മൾ അന്വേഷിച്ചാൽ തന്നെ കണ്ടെത്താൻ പറ്റുള്ളൂ. അതേസമയം അല്ലെങ്കിൽ ട്രാൻസ്ലേഷൻ ഫീൽഡിൽ എക്സ്പേർട്ട് ആയിട്ടുള്ള ആളുകൾക്ക് അറിയാവുന്ന കുറച്ച് വെബ്സൈറ്റുകളാണ്, ട്രാൻസ്ലേഷന് ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് വെബ്സൈറ്റുകൾ. അപ്പൊ നമ്മോട് ചോദിച്ച ചോദ്യം അഖ്രിജ് ഇസ്മൽ മൗഖിയൽ ഗരീബ് മിനൽ മജ്മുഅ, കൂട്ടത്തിൽ നിന്ന് എക്സെപ്ഷൻ ആയിട്ടുള്ള വിചിത്രമായിട്ടുള്ള സൈറ്റിനെ പുറത്തെടുക്കുക എന്നുള്ളതാണ്. അപ്പൊ ഞാൻ ഇത് ചെക്ക് ചെയ്യുമ്പോൾ ഈ ഫസ്റ്റ് പറഞ്ഞ transsoft.com പിന്നെ ലിംഗാവാനക്സ്, റിവേഴ്സോ കോണ്ടെക്സ് ഒക്കെ ട്രാൻസ്ലേഷൻ ഉപയോഗിക്കുന്ന സൈറ്റുകൾ, വെബ്സൈറ്റുകളാണ്. അപ്പൊ അത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്, നമ്മൾ അറിവിലേക്ക് എത്തി. അതേസമയം WN.com എന്ന് പറഞ്ഞ വേ എന്ന് കേട്ടില്ല, അപ്പൊ ട്രാവൽ എന്ന് മനസ്സിലാക്കിയാൽ മതി. അത് ട്രാവലുമായി ബന്ധപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അതാണ് ഇതിൽ നിന്ന് മാറ്റി നിൽക്കുന്ന ഒരു വെബ്സൈറ്റ്. ബാക്കിയുള്ളവർ ട്രാൻസ്ലേഷൻ ഹെൽപ്പ് ചെയ്യുന്ന നല്ല സൈറ്റുകളാണ്, നമുക്ക് ഉപയോഗപ്പെടുത്താം. നോളജ് പാസിംഗ് ആണ് അവിടെ വരുന്നത്. പിന്നെ നമ്മള് വളരെ പരിചയമുള്ള പദാണ് കലിമത്തു മൽഫൂഫ് തുസ്തഖ്ദമു ലിവാഹിദി മിനൽ ഖളറവാത്ത് അൽ മഅറൂഫ് ലദൈന. നമുക്ക് പരിചയമുള്ള വെജിറ്റബിളിന് പറയുന്ന പേരാണ് മൽഫൂഫ്. ലഫ എന്ന് പറഞ്ഞാൽ തന്നെ ഇങ്ങനെ ചുരുട്ടി കൂട്ടിയെന്നില്ലാണല്ലോ ലഫ എന്ന് പറഞ്ഞാൽ, തെൽഫീഫ് എന്നൊക്കെ നമ്മൾ പറയാറില്ലേ. അപ്പൊ അത് നമുക്ക് കുറച്ച് പച്ചക്കറി സാധനം ഹളറവാത്ത് എന്ന് കുറച്ച് ഐറ്റംസ് നമ്മൾ നോക്കി വെച്ച് കഴിഞ്ഞാല് ഇത്തരം വെജിറ്റബിൾ ഐറ്റംസിൽ പെട്ട ഇത് നമുക്ക് കവർ ചെയ്യാൻ പറ്റും. കാരണം അങ്ങനെ കുറച്ച് കേട്ട് പരിചയമുള്ളതിനെ അവർ ഉപയോഗിച്ചിട്ടുള്ളൂ. അപ്പൊ കേബേജിനാണ് മൽഫൂഫ് എന്ന് പറയുന്നത്. കാരണം കേബേജ് ഇങ്ങനെ ചുരുട്ടി കൂട്ടിക്കാണ്, ഒരുപാട് ഇത് കൂടിയതാണല്ലോ കേബേജ് എന്ന് പറയുന്നത്. ക്യാരറ്റിന് നമ്മൾ അറിയാം ജസർ എന്നാ പറയാറുള്ളത്, ബീൻസിന് ഫൂല് എന്നാണ്, പിന്നെ കുക്കംബറിന് ഖിയാർ അല്ലെ കിസ എന്ന് പറയുന്നു. അപ്പൊ അത്തരം കുറച്ച് ഹളറവാത്തിനെ കുറിച്ച് നമ്മളൊരു ഡീറ്റെയിൽസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നമുക്കിത് മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും, നഷ്ടപ്പെടാനൊന്നും ഉണ്ടാവില്ല.
പിന്നെ നമ്മൾ വളരെ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന പദമാണ് കീബോർഡ് എന്ന് പറയുന്നത്. കീബോർഡിന്റെ അറബി എല്ലാവർക്കും അറിയുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത്തർക്കീബുൽ മുഖാബിൽ ഫില്ലു അൽ അറബിൽ കലിമ, ഇതിന് യോജിച്ച അറബി ഫ്രേസ് ഏതാണെന്നാണ്. അപ്പോ കുറെ കീബോർഡ് ബട്ടൺ, സുറ് പറഞ്ഞ ബട്ടൺ എന്നാണ്, സുറൂർ അല്ലെ അസറാർ എന്നൊക്കെ പറഞ്ഞാൽ ബട്ടൺസ് എന്നാണ്, അല്ലെ സെറ എന്ന് പറഞ്ഞാൽ അമർത്തുക, ബട്ടൺ അമർത്തുക എന്നില്ല. അപ്പൊ അതും ആലോചിച്ചിട്ട് നമ്മള് സുറ് മാത്രം അറിയുന്ന അല്ലെ സബൂറ അറിയുന്ന ആ ബോർഡ് ഓക്കെ, എന്നാ പിന്നെ സബൂറ കിടക്കട്ടെ എന്ന് പറഞ്ഞ് എഴുതി കഴിഞ്ഞാൽ തെറ്റിപ്പോകും. അപ്പൊ സബൂറത്തുൽ സൂറർ അത് തെറ്റാണ്. ലൗഹത്തുൽ മഫാത്തിഹ് അതാണ് കീബോർഡിന്റെ കറക്റ്റ് പദപ്രയോഗം. അപ്പൊ ലൗഹത്തുൽ സുറൂർ എഴുതാൻ കിട്ടൂല, സബൂറത്തുൽ മഫാത്തിഹ് എന്ന് എഴുതിയാലും ശരിയാവില്ല. അപ്പൊ ലൗഹത്തുൽ മഫാത്തിഹാണ് കറക്റ്റ് ടൈം ഉപയോഗിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പൊ ഒന്ന് ആലോചിച്ചിട്ട് വേണം ഉത്തരം എഴുതാന്. ഒരു പദം കാണുമ്പോൾ ചാടി വീണ് എഴുതി കഴിഞ്ഞാല് നമ്മള് പിന്നെ ബ്ലാക്ക് ബോർഡ് എന്നൊക്കെ എഴുതി വെക്കും. പിന്നെ സീസ് ഫെയർ എന്ന പദത്തിന്റെ പദമാണ് ചോദിക്കുന്നത്. സീസ് ഫെയർ, സീസ് എന്ന സ്റ്റോപ്പ് ചെയ്യാന്നാണ്. നമ്മൾ വളരെ വ്യാപകമായിട്ട് ഇന്ന് പത്രങ്ങളിലൂടെ ഫലസ്തീൻ ഇഷ്യൂ ഒക്കെ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ കാണുന്ന പദമാണ്. കുറച്ച് ഇംഗ്ലീഷും ഇടയ്ക്കൊക്കെ വായിക്കുകയാണെങ്കിൽ നമുക്കിത് വളരെ ഈസി ആയിട്ട് മാനേജ് ചെയ്യാൻ പറ്റും. സീസ് ഫെയർ എന്നുള്ള പദം ഒറ്റ വാക്കായിട്ട് ഉപയോഗിക്കാറുണ്ട്, സീസ് ഫെയർ. അപ്പൊ എനിവേ ഇവിടെ കൊടുത്തില്ല വഖഫുൽ ഇത്ലാഖിന്നാർ, അതുപോലെ മൻഉൽ മുസദ്ദിസ്, അതും എനിക്ക് സ്പെല്ലിംഗ് സീനാണ് മുസദ്ദിസ് നമ്മൾ പറയാറുള്ളത്, അതാണ് ഇവിടെ കൊടുത്തിട്ടുണ്ടാവുക. പക്ഷെ ഇവിടെ കാണുന്ന ക്വസ്റ്റ്യനിൽ സ്വാദാണ് സീന, മുസദ്ദിസ് എന്ന് നമുക്ക് അർപ്പിസ്റ്റൽ എന്നൊക്കെ പറയുന്നതാണല്ലോ. പിന്നെ ഇത്ലാഖുന്നാർ, ഷുർത്തത്തുന്നാർ എന്നൊക്കെ കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഈ അത്തുലഖ എന്ന സാന്ദർഭികം, ഇവിടെ ഉത്തരം കറക്റ്റ് ആൻസർ വഖഫുൽ ഇത്ലാഖിന്നാർ എന്നില്ല തന്നെയാണ്. കാരണം അവിടെ അത്തുലഖ റസാസ് അല്ലെ അത്തുലഖ നാർ എന്ന് പറഞ്ഞാൽ ടു ഫയർ എന്നാണ്, വെടിവെക്കുക എന്നുള്ളതാണ്. അപ്പൊ വെടി നിർത്തൽ എന്നാണ് സീസ് ഫെയർ എന്ന് പറഞ്ഞാല്. അപ്പൊ അതുകൊണ്ട് വഖഫ് നിർത്തൽ വേണമല്ലോ. അപ്പൊ അതേ അവിടെ ശരിയാണ്. മുസദ്ദിസ് പിസ്റ്റന് തടയലേ വരുള്ളൂ. ഇത്ലാഖുന്നാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞ ഫയർ ചെയ്യലാവും. ഷുർത്തത്തുന്നാർ എന്ന് പറഞ്ഞാൽ ഫയർ പോലീസേ ആവുള്ളൂ. അപ്പൊ അതൊന്നും കറക്റ്റ് ആവില്ല. അപ്പൊ ഈ അത്തലക്കയുടെ പ്രയോഗം സാന്ദർഭികമായിട്ട് സൂചിപ്പിക്കുകയാണ്. അത്തലക്ക സറാഹു അന ടു ഫ്രീ എന്നാണ്, ഒരാളെ സ്വതന്ത്രമാക്കുക, റിലീസ് ചെയ്യുക, സെറ്റ് ഹിം ഫ്രീ എന്നർത്ഥം ഉപയോഗിക്കുന്നത് അത്തലക്ക സറാഹു പറഞ്ഞാല്. അതുപോലെ അത്തുലക്ക സോറൂഹ് എന്ന് പറഞ്ഞാൽ ലോഞ്ച് ചെയ്യാന്നാണ്. അപ്പൊ ലോഞ്ച് ചെയ്യുന്ന കോണ്ടെക്സ്റ്റ് അനുസരിച്ച് നമുക്ക് ഉപയോഗിക്കാൻ പറ്റും സോറൂഹൻ. അത്തലക്ക അലൈഹി ഇസ്മ കഥ, അതേസമയം ഒരാൾക്ക് ഒരു നെയിം നമ്മൾ കൊടുക്കുകയാണെങ്കിൽ അത്തലക്ക അലൈഹി ഇസ്മ കഥ എന്ന് പറഞ്ഞു, ടു നെയിം, അവനെ നെയിം ചെയ്യലാണ്, പേര് കൊടുക്കലാണ്. അപ്പൊ അങ്ങനെയൊക്കെ അത്തലക്ക എന്ന പദം ഉപയോഗിക്കപ്പെടാം എന്നുകൂടി സാന്ദർഭികമായി സൂചിപ്പിക്കുന്നു. ഒരുപക്ഷെ അത്തരത്തിലുള്ള ടേമുകളും ചോദിക്കപ്പെടാവുന്നതാണ്. പിന്നെ എമർജൻസി സിറ്റുവേഷൻ ആണ്, എമർജൻസി സിറ്റുവേഷൻ. അപ്പോ ഇവിടെ നമ്മൾ ഓപ്ഷൻസ് അൽ ഹാലത്തുൽ ഹസീന, അൽ ഹാലത്തുൽ യാഇസ, അൽ ഹാലത്തുൽ മുഅക്കദ, അൽ വദഉൽ ത്വാരി, അൽ വദഉ ത്വാരി. അപ്പൊ ഇവിടെ ഹാല എന്ന് പറഞ്ഞ കണ്ടീഷൻ നമുക്ക് അറിയാവുന്നതാണ്. അപ്പോ സാഡ് കണ്ടീഷൻ, പെയിൻഫുൾ കണ്ടീഷൻ, അല്ലെങ്കിൽ പിന്നെ ഹാലൽ മുഅക്കദ എന്ന് പറയുമ്പോൾ മുഅക്കദ നമ്മൾ ഓർക്കേണ്ട ഒരു പദമാണ്. തഅക്കീദ് എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് എന്നാണ്, മുഅക്കദ കോംപ്ലിക്കേറ്റഡ് എന്നാണ്. തഅക്കീദ് അത് ഒരു പക്ഷെ ചോദിക്കാം. കോംപ്ലിക്കേഷൻ എന്ന് പറഞ്ഞാൽ തഅക്കീദ് എന്ന് പറയാം. ഉഖദത്ത് നമുക്കറിയാലോ, നമ്മള് ആയത്തിലുള്ള മൂസാ നബി അലൈഹി ദുആ ചെയ്തല്ലോ, റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖദതം മിൻ ലിസാനി. ആ കെട്ടുകുടുക്കിനെ ഒഴിവാക്കി തരുന്ന നാവിൽ നിന്നാണ് പറഞ്ഞത്. അപ്പോ അതിൽ നിന്ന് ഉഖദ തന്നെ ഒരു കുടുക്കാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ തഅക്കീദ് തന്നെ കോംപ്ലിക്കേഷൻ ആണ്, തഅക്കീദ് കോംപ്ലിക്കേഷൻ. അപ്പൊ അതിന്റെ ഇസ്മുൽ മഫൂലാണ് മുഅക്കദ്. അപ്പൊ ഹാലൽ മുഅക്കദ എന്ന് പറഞ്ഞാൽ കോംപ്ലിക്കേറ്റഡ് കണ്ടീഷൻ എന്നാണ്. അപ്പൊ ഒരിക്കലും അത് എമർജൻസി ആവില്ല. ഈ എമർജൻസി എന്നാൽ പെട്ടെന്ന് ഉണ്ടാവുന്ന സാധനമാണ് എമർജൻസി, അടിയന്തര സംഭവിക്കുന്നതാണല്ലോ. അപ്പൊ അതുകൊണ്ടല്ലോ വളരെ കണ്ടീഷൻ സിറ്റുവേഷൻ. തോര് എന്ന് പറഞ്ഞാലോ പെട്ടെന്ന് ഉണ്ടാകുക എന്നില്ലാണ്. അപ്പൊ അതാണ് എമർജൻസി, അല്ല വധു തോര്, എമർജൻസി സിറ്റുവേഷൻ. നമ്മൾ സ്റ്റേറ്റ് ഓഫ് എമർജൻസി എന്ന് പറയുമ്പോൾ ഹാലത്ത് തൊവാരി എന്ന് പറയും. മഹ്റജുൽ തൊവാരി എന്ന് പറഞ്ഞാൽ എമർജൻസി എക്സിറ്റ് ആണ്. നമ്മൾ പലയിടങ്ങളും കാണൂല എമർജൻസി എക്സിറ്റ്, ട്രെയിനിലോ ഫ്ലൈറ്റിലോ അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും ഒക്കെ നമുക്ക് കാണാവുന്നതാണ് മഹ്റജു തൊവാര. അപ്പൊ അത്തരം അതിനോട് ബന്ധപ്പെട്ട് നമുക്ക് പറയാൻ പറ്റുന്ന പദങ്ങളാണ്. പിന്നെ അൺപ്രസിഡന്റഡ് പാർട്ടിസിപ്പേഷൻ, ഇതിന്റെ അറബിയാണ് നമ്മോട് ചോദിക്കുന്നത്. ഇതിൽ കൊടുത്ത ഓപ്ഷൻസ് അദമു മുഷാറഖത്തി റഈസ്, അദമു ഹുദൂർ റഈസ്, മുഷാറഖ ബിദൂനി തഹമ്മുസിൻ, മുഷാറഖ ഗൈറു മസ്ബൂഖ. ഈ അൺപ്രസിഡന്റഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ ഉദ്ദേശിക്കുന്നത് മുമ്പൊന്നും സംഭവിക്കാത്ത എന്നാണ്. അൺപ്രസിഡന്റഡ് മുമ്പുണ്ടാവാത്ത.
മുമ്പുണ്ടാവാത്ത ഒരു അൺഎക്സ്പെക്ട് നമ്മൾ പറയാനുണ്ടല്ലോ, മുമ്പുണ്ടാവാത്ത അത്രത്തോളം പാർട്ടിസിപ്പേഷൻ, പങ്കാളിത്തം എന്ന് പറയാനല്ലോ. അപ്പോ ഇപ്പൊ അതും മുഷാരഖത്തിൽ റയീസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലാക്ക് ഓഫ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പ്രസിഡന്റ്, അല്ലെ? അല്ലെ ആബ്സെൻസ് ഓഫ് പാർട്ടിസിപ്പേഷൻ ഓഫ് ദ പ്രസിഡന്റ്. അടുത്ത് അതും ഹുദൂർ റയീസ്, ലാക്ക് ഓഫ് അറ്റൻഡൻസ് ഓഫ് പ്രസിഡന്റ്. അങ്ങനെയൊക്കെ ഓപ്ഷൻസ് വരാം. അടുത്ത് ബുഷാറൊക്കെ ബിദൂനി തഹമ്മുസ്. തഹമ്മുസ് ഇന്തൂസിയാസ് ആണ്, ആവേശം, ഹമാസ് കേട്ടില്ലേ നിങ്ങള്? അപ്പോ തഹമ്മുസ്. അപ്പൊ അതൊന്നും ഇവിടെ യോജിക്കുന്ന അർത്ഥങ്ങളല്ല. മുഷാറഖ ഓയൊരു മസ്ബൂഖ, സബഖ എന്ന് പറഞ്ഞാൽ മുൻകടന്നാണ്. ഇപ്പൊ നമ്മള് പറയാറുണ്ടല്ലോ, ഓൾറെഡി പറയപ്പെടും, ഓൾറെഡി സെഡ്, ഇറ്റ് വാസ് ഓൾറെഡി സെഡ് എന്ന് പറയുമ്പോ സബഖ ദിക്റുഹു എന്നാ പറയാ. സബഖ ദിക്റുഹു, മുമ്പേ പറഞ്ഞ, ആ മുമ്പേ സംഭവിച്ച എന്നുള്ളതിനാണ് നമ്മള് എന്ത് സബഖ എന്ന് പറയാറുള്ളത്, അല്ലെ? ഓൾറെഡി എന്നുള്ളൊരു ഓപ്ഷൻ നമ്മൾ സബഖ ഉപയോഗിക്കാറുണ്ട്. അപ്പൊ മുമ്പ് കഴിഞ്ഞാന്നില്ലാണ്. അപ്പൊ മുഷാറഖ ഓയൊരു മസ്ബൂഖ, മുമ്പൊന്നുമില്ലാത്ത പാർട്ടിസിപ്പേഷൻ. അപ്പൊ അൺപ്രസിഡന്റഡ് പാർട്ടിസിപ്പേഷൻ എന്ന് നമുക്ക് അർത്ഥമാക്കാൻ പറ്റും. ദാറ്റ് ഇസ് എ കറക്റ്റ് ഓപ്ഷൻ. പിന്നെ നമ്മളോട് ചോദിക്കുന്നത് തർജിമിൽ അറബിയ. ഈ തർജിം എന്ന് നമുക്ക് തർജമയുടെ അംബ്രാണ് തർജിം. ഫഅലല വസിനാണത്. ദഹറജ എന്നൊക്കെ പറയും പോലെ, അല്ലെങ്കിൽ സർസറ എന്നൊക്കെ പറയുമ്പോൾ അപ്പൊ തർജിം എന്നാ വായിക്കേണ്ടത് നമ്മള്. അതുപോലെ തർജമ, നമ്മള് പലരും എന്താണ് തർജുമ എന്നൊക്കെ പറയാറുണ്ട്, പക്ഷെ പറയേണ്ടത് തർജമ എന്നാണ്. കാരണം ഫഅലത്ത് വസിനാണ്. ഫഅലല വസിൻ വരുമ്പോ, മസ്തർ വരുമ്പോ ദഹറജ ദഹറജത്ത് എന്നാ പറയാറുള്ളത്, സർസറ സർസറത്തൻ. അപ്പൊ അതുപോലെ തർജമ തർജിമു തർജമത്തൻ. അപ്പൊ തർജമ എന്ന് തന്നെ പറയേണ്ടത്. അപ്പൊ പലപ്പോഴും നമ്മൾ തർജമ എന്ന് മലയാളമാണെന്ന് കരുതി പോവുകയാണ്. ശരിക്കും എന്താണ് തർജുമ എന്നിട്ട് നമ്മൾ ശൈലാക്കിയിട്ട് എന്ത് പറയും? തർജുമ എന്ന് പറയും. സത്യത്തിൽ അതാണ് അബദ്ധം. തർജമ എന്നാ പറയുന്നത്. ഒരു എന്താണ് പഠിച്ചു വന്ന ആളുകളൊക്കെ പറയാറുണ്ട്. അപ്പൊ സാന്ദർഭികമായിട്ട് സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ തർജിമിൽ അറബിയ, അതിന് വിസ ആൻഡ് പാസ്പോർട്ട് എന്നാണ്. വിസ ആൻഡ് പാസ്പോർട്ടില് ഓപ്ഷൻ കൊടുത്തില്ല. തഅ്ശീറ വ റുഖ്സത്തു സഫർ, അൽ മുസ്തനദ് വ ജവാസു സഫർ, തഅ്ശീറ വ ജവാസു സഫർ, അൽ വസീഖ വ റുഖ്സത്തു സഫർ. തഅ്ശീറ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, നമ്മൾ വ്യാപകമായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തഅ്ശീറ. വിസ എന്നാണ്, അത് മറക്കാൻ പാടില്ലാത്തതാണ്. റുഖ്സത്തു സഫർ, അത് പിന്നെ നമുക്ക് റുഖ്സ എന്ന ലൈസൻസ് ആണ്, പെർമിറ്റ് ആണ്. റുഖ്സത്തുൽ ഖിയാദ, റുഖ്സത്തു സൗഖ് എന്നൊക്കെ പറഞ്ഞ ഡ്രൈവിംഗ് ലൈസൻസാ, ഡ്രൈവ് ചെയ്യാൻ ലൈസൻസ് ആണ്, പെർമിറ്റ് ആണ്, അനുമതിയാണ്. അപ്പൊ അത് പാസ്പോർട്ടിന് കറക്റ്റ് ട്രാൻസാക്ഷൻ അല്ല. അപ്പൊ അത് തെറ്റാണ്. റുഖ്സത്തു സഫർ ട്രാവൽ പെർമിറ്റ് നമുക്ക് പറയാൻ പറ്റുള്ളൂ, പാസ്പോർട്ട് ആവൂല. അൽ മുസ്തനദ് എന്ന് പറഞ്ഞാൽ അൽ വസീഖ എന്നൊക്കെ പറഞ്ഞ ഡോക്യുമെന്റ് ആണ്, മുസ്തനദാത്ത് ഡോക്യുമെന്റ്സ്. അപ്പോ അതും വിസക്ക് കറക്റ്റ് ആവൂല. ജവാസ് സഫർ ഓക്കെയാണ്, അത് പാസ്പോർട്ട് ഓക്കെയാണ്, പക്ഷെ മുസ്തനദ് തെറ്റിപ്പോയി. അപ്പൊ ആ ഓപ്ഷൻ ക്ലിയർ അല്ല. അടുത്ത് നോക്കുമ്പോ തഅ്ശീറ, വിസയും ഉണ്ട്, ജവാസ് സഫർ പാസ്പോർട്ട് ഉണ്ട്, ദാറ്റ് ഇസ് കറക്റ്റ് ഓപ്ഷൻ. പിന്നെ അൽ വസീഖ വ റുഖ്സത്തു സഫർ, അത് നമ്മൾ പറഞ്ഞ പോലെ വസീഖ ഡോക്യുമെന്റ് ആണ്. റുഖ്സത്തു സഫർ എന്നാല് ട്രാവൽ പെർമിറ്റ് മാത്രമേ ആവുള്ളൂ, പാസ്പോർട്ട് ആവൂല. അപ്പൊ ആ രണ്ട് പദങ്ങൾ നമ്മൾ ഓർത്തെടുക്കേണ്ടതാണ്. കാരണം വ്യാപകമായിട്ട് ഉപയോഗിക്കുന്ന പദങ്ങളാണ് തഅ്ശീറയും ജവാസ് സഫറും. അതുപോലെ ഓർക്കേണ്ട പദമാണ് മുസ്തനദാത്ത്, വസീഖ എന്ന് പറയുന്നത്. ഹലോ, can you hear me well? എല്ലാവരും ചിരിച്ചേ. ഞാൻ ചിരിച്ചു. കാരണം ട്രാൻസ്ലേഷൻ ഒക്കെ ചെയ്യണമെങ്കിൽ കുറച്ച് ചിരിയൊക്കെ വേണം, അത് നടക്കൂല. നിങ്ങൾ ഭയങ്കര സീരിയസ് ആണെന്ന് തോന്നി എനിക്ക്, അത്ര വേണ്ട. അപ്പൊ എനിവേ നിങ്ങൾ നോട്ട് ചെയ്യാം. ഇനി അടുത്ത് കാണുന്നത് തർജിമിൽ ഇൻജിലിസിയ എന്നാണ്, ഇംഗ്ലീഷിലോട്ട് ട്രാൻസ്ലേറ്റ് ചെയ്യാന്. അതായത് അറബിയിലോട്ട് ചോദിക്കും, ഇംഗ്ലീഷിലോട്ട് തിരിച്ചും ചോദിക്കാലോ. ആ റുസൂം ഷഖ്സിയ, ഇപ്പൊ റുസൂം തദ്രീസിയ എന്നൊക്കെ ട്യൂഷൻ ഫീ നമ്മൾ പറയാറുണ്ട്. റുസൂം തദ്രീസിയ, റസ്മു റുസൂം. നമ്മൾ റസ്മ ആകെ അറിയാം നമുക്ക്, പിന്നെ പൊതുവെ അറിയാം ചിത്രം, റസാം, അല്ലെ? ഖലീജ് ഇബ്ൻ റസാമും കൂടി ആയിരുന്നു പറയാറുണ്ട്. അപ്പൊ അതുപോലെ പക്ഷെ റുസൂം ഇവിടെ ഫീ ആണ് ഉദ്ദേശിക്കുന്നത്, ഷഖ്സിയാണ്, പേഴ്സണൽ. അപ്പം അത് അറിയുമ്പോൾ ഒരു പരിധി വരെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇൻകം ടാക്സ് എന്നാണ് വേറെ ഓപ്ഷൻ കൊടുത്തത്. ഇൻകം എന്ന് പറഞ്ഞാൽ ദഖിലാണ്. അപ്പൊ ഇൻകം ടാക്സ് എന്നൊക്കെ പറയുമ്പോൾ ലൊരീബ എന്നാണ് ടാക്സിന് വരാം. ലൊരീബ, ലൊറബ അടിച്ചു, ടാക്സ് ഒരു അടിയാണല്ലോ. അപ്പൊ ലൊരീബത്ത് നമ്മുടെ മേലുള്ള ഒരു അടിയാണ്. നമ്മൾ ധാരാളമായി ടാക്സ് കൊടുക്കുന്നു, അതുകൊണ്ട് ബാക്കിയുള്ളവർ ദൂർത്തടിക്കുന്നു.
അപ്പൊ എനിവേ ഇൻകം ടാക്സ് ഇൻകത്തിന് പറയാം ദഖിൽ എന്നാണ് പറയാറുള്ളത്. അപ്പൊ ലൊരീബത്തു ദഖിൽ എന്ന് പറയാൻ ഇൻകം ടാക്സ് ആണ്. അതിന് കണക്ട് ചെയ്ത് പറയുമ്പോൾ ഇപ്പൊ നമ്മൾ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് എന്നൊക്കെ വ്യാപകമായിട്ട് പറയുന്നത്, ഈ ഡിപ്പാർട്ട്മെന്റിന് എപ്പോഴും ഇസ്മെന്ന് ഉപയോഗിക്കണമെന്നില്ല. നമ്മൾ കാണാറുള്ള ദായിറ എന്ന് കാണാം, ദാറ യദൂറു ദായിറ. അപ്പൊ ദായിറത്തു ലൊരീബത്തിൽ ദഖിൽ എന്ന് ഉപയോഗിക്കാറുണ്ട് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ്. അപ്പൊ ഇപ്പോ പേഴ്സണൽ ഫീ ചോദിച്ചാൽ ചിലപ്പോൾ ഒരു പക്ഷേ ഇൻകം ടാക്സ് ചോദിക്കാം അടുത്തതിൽ, ലൊരീബ അല്ലെ ലൊറായിബ് ജമ്മാകുമ്പോൾ ലൊറായിബുൽ ദഖിൽ എന്ന് ചോദിക്കാം. അപ്പൊ ഇവിടെ പേഴ്സണൽ ഫീ ഷഖ്സിയാന പേഴ്സണൽ ആണ്, വെറും ഷഖ്സിയാന പേഴ്സണാലിറ്റി നമ്മൾ പറയാറുണ്ട് അല്ലെ. അപ്പൊ അതുപോലുള്ള പദങ്ങള് പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസ് പറയുമ്പോൾ, പേഴ്സണൽ ടാക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് അൽ-ലറായിബ് അഷഖ്സിയ എന്ന് പറയാം. പേഴ്സണൽ റെസ്പോൺസിബിലിറ്റീസ് പറയാം അൽ-മസ്ഊലിയാത്ത് അൽ-ഷഖ്സിയ അൽ-ഇൽതിസാമാത്ത് അഷഖ്സിയ എന്നൊക്കെ പറയാൻ പറ്റും. പിന്നെ വന്നൊരു കാണുന്ന പദം തർജിമ ഇൻജിലീസിയ ഇൻഫിജാർ കുംബുല. ഇതൊക്കെ കുംബുല നമുക്ക് പണ്ടേ കേട്ടിട്ടുള്ള ബോംബ് എന്ന്. ഇൻഫിജാർ നമുക്ക് അറിയാം അല്ലെ, എക്സ്പ്ലോഷൻ. ഇൻഫജറാണ് പൊട്ടിത്തെറിക്കുക എന്നാണ്. അപ്പൊ എക്സ്പ്ലോഷൻ. അപ്പൊ ഇനി ഒരു പക്ഷേ തിരിച്ചു ചോദിക്കാം ബോംബ് എക്സ്പ്ലോഷന്റെ അറബി എന്താണെന്നില്ലേ. അപ്പൊ ഇൻഫിജാർ. അപ്പൊ ഇൻഫജർ എന്ന ഫജർ പ്രഭാതാണല്ലോ എന്ന് എഴുതി മോർണിംഗ് ബ്രീഫ് എന്നൊക്കെ എഴുതി വെച്ച് കഴിഞ്ഞാല് പൊട്ടത്തരായി മാറും, ആ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ. അപ്പൊ ഇൻഫിജാർ. അപ്പോ ഇതുപോലെ തന്നെ ഈ ബോംബ് എക്സ്പ്ലോഷൻ ചോദിക്കാൻ ബോംബ് ബ്ലാസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇൻഫിജാർ കുംബുല തന്നെയാണ് ബോംബ് ബ്ലാസ്റ്റ് എന്ന് പറയുമ്പോൾ. ബോംബ് ഡിറ്റക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ ആ ഉള്ള ബോംബിനെ നശിപ്പിക്കുകയാണ്, അപ്പൊ ഡിറ്റക്ഷൻ ആണ്. അപ്പൊ അത് താത്തിൽ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഡിറ്റക്ഷൻ ആണ് കണ്ടെത്തുക. ഡിറ്റക്ട് ചെയ്യാൻ ഡിറ്റക്റ്റീവ് നോവൽ എന്നൊക്കെ പറയാറില്ലേ, കുറ്റവാളിയെ കണ്ടെത്തുന്നൊക്കെ പറയുന്നത്. അപ്പൊ ഡിറ്റക്ഷൻ ആണ്. അപ്പൊ ഇക്തിഷാഫ് കുംബുല എന്നാ പറയാം, അല്ലെ കശ്ഫുൽ കുംബുല. അതേസമയം ബോംബ് ആക്ടിവേഷൻ എന്ന് പറയുമ്പോൾ ഇല്ലാതാക്കലാണ്, താത്തിൽ ഉത്തില അവധി. അപ്പൊ ബോംബിനെ ഇല്ലാതാക്കുകയാണ്. അപ്പൊ താത്തീലുൽ കുംബുല എന്നാണ് അതിന് നമ്മൾ പറയാറുള്ളത്, കുംബുല, താത്തീലുൽ കുംബുല. പിന്നെ ബോംബിനെ വേറെ ഇപ്പൊ നിർവീര്യമാക്കിയ നമ്മൾ പറഞ്ഞല്ലോ, അതുപോലെ വേറെ ലോക്ക് മാറ്റുമ്പോൾ വേറെ തഫ്കീഖുൽ കുംബുല എന്ന് ഉപയോഗിക്കാറുണ്ട്. അടുത്തത് പിന്നെ മുനാദറ. നല്ലറ നോക്കിയാണ്. അപ്പൊ നമ്മൾ വേഗം സൈറ്റ് നല്ല നോട്ടാണല്ലോ എന്ന് സൈറ്റ് കൊടുത്താലോ അത് അബദ്ധമായി പോകും. അപ്പൊ ഈ പദം അറിയണം. മുനാദറ വ്യാപകമായിട്ട് നമ്മൾ അവിടെ മുനാദറ ഡിബേറ്റ് കോമ്പറ്റീഷൻ ഉണ്ട് എന്നൊക്കെ പറഞ്ഞു വരാറുണ്ടല്ലോ ധാരാളമായിട്ട്. അപ്പൊ അതാണ് ഇതിന്റെ ഡിബേറ്റ് ആണ് മുനാദറ എന്ന് പറയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഡിബേറ്റ് ചെയ്യാൻ. നാദറ ഫഅല വസനാണല്ലോ, അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടുമാണ് ഡിബേറ്റ് വരിക. അപ്പൊ അതാണ് അതിന്റെ തിയറിക്ക് നമ്മൾ നലരിയ എന്ന് ഉപയോഗിക്കുക. നലരിയ കാഴ്ചകൾ മനാദിർ സീനറീസ് ഉപയോഗിക്കും, ഉപയോഗിക്കും. പക്ഷെ മുനാദറ എന്ന് പറഞ്ഞാല് ഇത് ഒരാൾ മനാദിർ, ചിലപ്പോ നമ്മള് മന്ദറിന് മനാദിർ അത് സൈറ്റ് തന്നെ കാരണം എന്ന് എഴുതിയാല് അബദ്ധമായി പോകും. മനാദിർ എന്ന് പറഞ്ഞ സീനറീസ്, അത് മനാദിർ ആണ്. ഇത് വായിക്കണ മുനാദറത്ത്, അവിടെ തായില്ല, ഇവിടെ താവുണ്ട്, മുനാദറത്താണ്. അപ്പൊ നമ്മളെ വായനയും കൂടി എന്ത് ചെയ്യണം, ശരിയാണ്. അതിന് പറ്റുമെങ്കിൽ നമ്മളെ ഡിപ്ലോമയിലോ സ്റ്റഡി കോഴ്സിൽ ചേർന്നാൽ മതി, റസൽ ടീച്ചർ പറഞ്ഞ പോലെ. പരസ്യം കൂടി നടക്കട്ടെ. 3 സീറ്റ് ബാക്കിയുണ്ട് സ്റ്റഡി കോഴ്സിന്. ഇഫ് യു ആർ ഇൻട്രസ്റ്റഡ് യു ക്യാൻ ജോയിൻ. എനിവേ പിന്നെ അടുത്ത് ഉത്തിലാൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം. അപ്പോ ഈ പദം എനിക്ക് തോന്നുന്നത് നമ്മള് ഇത് വേറെ രീതിയിലൊക്കെ ചോദിക്കാം. ഔട്ട് ഓഫ് ഓർഡർ വർക്ക് ചെയ്യുന്ന ഡാമേജ്ഡ് എന്നൊക്കെ പറഞ്ഞ ബ്രേക്ക് ഡൗൺ എന്നൊക്കെ പറയുമ്പോൾ സയ്യാറത്തി മുഅത്തല എന്ന് പറഞ്ഞാൽ മൈ കാർ ഇസ് ബ്രേക്ക് ഡൗൺ എന്നാണ്, അല്ലെ ഔട്ട് ഓഫ് ഓർഡർ ആണ് എന്നാണ്. അപ്പോ അതിന് വരുന്നതന്നെയാണ് ഉത്തില എന്ന് പറയും പദം. അപ്പോ ഇതുപോലെ നമ്മൾ മുക്കയ്യിഫ് എന്ന് പറഞ്ഞാൽ AC ആണ്, എയർ കണ്ടീഷണർ. അതേസമയം എയർ കണ്ടീഷൻഡ് എന്ന് പറയുമ്പോൾ ഇസ്മഫൂലായി, മുഅത്തൽ എന്നായി, മുക്കയ്യഫ് എന്നായി. അപ്പൊ അലുർഫ മുക്കയ്യഫ. അപ്പൊ നമ്മൾ ചൂടൊക്കെ ഉള്ള സമയമായതുകൊണ്ട് ഹറാറയും മുക്കയ്യഫ് എന്നൊക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോ മുക്കയ്യിഫുൽ ഹവ എന്നീ കാരണം AC കൊടുത്തിരിക്കുക, മുക്കയ്യിഫുൽ ഹവ എയർ കണ്ടീഷണർ. അതേസമയം എയർ കണ്ടീഷൻഡ് എന്നാണെങ്കിലോ അപ്പം മുക്കയ്യഫ് ഇസ്മഫൂലായി മാറി. ഓക്കെ, എന്തായാലും ഞാൻ പറഞ്ഞത് ഇപ്പൊ നമ്മള് അൽ മുക്കയ്യിഫ് മുഅത്തൽ എന്ന് പറഞ്ഞാൽ AC is damaged എന്നാണ്, ഔട്ട് ഓഫ് ഓർഡർ ആണെന്നാണ് മുഅത്തൽ. അതേ അർത്ഥം തന്നെയാണ് ഉത്തലാൻ എന്നിവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. അല്ലാതെ ഉത്തലയാണല്ലോ വെക്കേഷൻ ഒന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. ഔട്ട് ഫോർ ഡെലിവറിക്ക് നമുക്ക്
പദം ഉപയോഗിക്കാൻ തസ്ലീം, ഏൽപ്പിച്ചു കൊടുക്കാൻ തസ്ലീം, സല്ലമ, തസ്ലീമ എന്ന് പറയാറുണ്ട്. അല്ലെങ്കിൽ ഇപ്പൊ കത്തൊക്കെ ഏൽപ്പിച്ചു കൊടുക്കാൻ തൗസിയ, വസ ഡിസ്ട്രിബ്യൂഷൻ, അപ്പൊ തൗസിഅത്ത് അർ-റസായിൽ എന്നൊക്കെ പറയാറുണ്ട്. ഓക്കെ, ഇനി നമ്മൾ ഒരു ടേം തന്നെ ഉപയോഗിച്ച ടേൺ ലെഫ്റ്റ്, എന്താണ് അറബി പറയുന്നത്? ടേൺ ലെഫ്റ്റ്. അപ്പൊ ഇവിടെ ലെഫ്റ്റിലോട്ട് തിരിയാന്നാണ്, അല്ല പോവാന്നല്ല, അല്ലെ പോകാൻ പറ്റൂല, ലെഫ്റ്റ് പാർട്ടി അങ്ങനൊന്നും അവിടെ ഉദ്ദേശമല്ല. അപ്പോ ഇത്തജഹ, ഇത്തജിഹ് നാഹിയത്തൽ യസാർ, നാഹിയാണ് ഭാഗം എന്നാണ്. അപ്പൊ ഇടതുവശത്തോട് തിരിയുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഇത്തജിഹ് നാഹിയത്തൽ യസാർ, അല്ലെങ്കിൽ അതാണ് അതിൽ ഓപ്ഷൻ, കറക്റ്റ് ഓപ്ഷൻ. മറ്റേതാകുമ്പോൾ ലാ ദുഖൂല ഇല നാഹിയത്തൽ യസാർ എന്ന് പറഞ്ഞാൽ ഇടതു ഭാഗത്തേക്ക് പോവരുത് എന്നാണ്. മംനു നാഹിയത്തൽ യസാർ, പ്രൊഹിബിറ്റഡ് ആണ് എന്നാണ് വരിക. അപ്പൊ അതൊന്നല്ല ഇവിടെ അർത്ഥം, ഇവിടെ ഇടതിലോട്ട് തിരിയുക എന്നാണ്. അപ്പൊ അതുകൊണ്ട് ഇത്തജിഹ് നാഹിയത്തൽ യസാർ എന്നാണ് കറക്റ്റ് അർത്ഥം, അങ്ങോട്ട് തിരിയുക എന്ന അർത്ഥത്തിന് വരുമ്പോൾ. പിന്നെ കണ്ടൊരു പദം അത്താരീബ് ലി സെക്സ്വൽ ഹറാസ്മെന്റ്. സെക്സ്വൽ ഹറാസ്മെന്റ് നമ്മൾ വ്യാപകമായിട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു ടേമാണ് സെക്സ്വൽ ഹറാസ്മെന്റ്. അപ്പൊ അതിനുപയോഗിക്കുന്ന പദം നമ്മൾ അറിഞ്ഞിരിക്കണം. ഇപ്പൊ നമ്മൾ സെക്സ്വൽ ഹറാസ്മെന്റ് കാണുമ്പോൾ പെട്ടെന്ന് തോന്നുക അത് സ്ത്രീകൾക്കെതിരെയുള്ള മാത്രമാണ്, അങ്ങനെയൊന്നുമില്ല. സെക്സ്വൽ ഹറാസ്മെന്റ് ആർക്കെതിരെ ആവാൻ സാധ്യത ഉണ്ട്. അതുകൊണ്ട് തന്നെ അൽദുൽമു അല്ല മറ, ദുൽമ് ശരി തന്നെ കേട്ടോ, ഒരു പീഡനം തന്നെയാണ് എഴുതി തെറ്റിപ്പോകും. തഹറുഷ് അൽ ജിൻസിയാണ് ശരിക്കും, അതാണ് ജിൻസിയാണ് സെക്സ്വൽ എന്നതിന് ഉപയോഗിക്കുന്നത്. അപ്പൊ ആ തഹറുഷ് അല്ല മറ എന്ന് പറഞ്ഞാൽ ആവില്ല, അത് വുമൻ ഹറാസ്മെന്റ് ആവുള്ളൂ. ഇവിടെ വേറെ ഓപ്ഷൻ കൊടുത്ത് കുല്ലുമാസബക്കത്ത് എന്നാണ്, മുമ്പ് കഴിഞ്ഞാൽ എല്ലാം തെറ്റാണെന്നാണ്. ആ പറഞ്ഞ ഓപ്ഷൻ തെറ്റാണ്. ശരി ഉത്തരം തഹറുഷുൽ ജിൻസി, സെക്സ്വൽ ഹറാസ്മെന്റ്. അത് അറിയേണ്ട പദമാണ്, കാരണം വ്യാപകമായിട്ട് നമ്മൾ പത്രങ്ങളിലും ഒക്കെ വരുന്നതാണ്. പത്രം വായിക്കുന്ന പല ആളുകളും അതിനു വേണ്ടിയായിട്ടാണ്. അള്ളാഹു കാത്തിരക്ഷിക്കട്ടെ. അപ്പൊ എനിവേ, പിന്നെ മറ്റൊരു പദം ഇഖ്തർ അൽ കലിമ അൽ മുനാസിബ ലി ഇൻട്രസ്റ്റ്. അപ്പൊ ഇൻട്രസ്റ്റ് എന്നൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് താല്പര്യം എന്നൊക്കെ വരിക. അപ്പൊ ഇവിടെ ഫൈനാൻഷ്യൽ ടേമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. മിനൽ മജ്മു കൂട്ടത്തില് ഇൻട്രസ്റ്റിന് യോജിച്ച പദം റസുമാൽ. റസുമാൽ നമുക്ക് ക്യാപിറ്റൽ, മൂലധനം എന്നാണ്. മൂലധനം ഇവിടെ പലിശയാണ് ഉദ്ദേശിക്കുന്നത്, ഇൻട്രസ്റ്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്പെല്ലിങ് തെറ്റിയില്ലല്ലോ, ഡൗട്ടായി. രണ്ടും സ്പെയിൻ സ്പെല്ലിംഗ് അല്ലേ? പലിശ എന്ന് പറയേണ്ടതിനും അല്ലേ? എല്ലാത്തിനും രണ്ടും ഒരു സെയിം തന്നെയാണ്. താല്പര്യം എന്ന് പറയാൻ പലിശ, അവിടെ പലിശയാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോ റസുമാൽ ക്യാപിറ്റൽ, മൂലധനം. ഫായിദയാണ് ഇവിടെ എന്ത്? ഇൻട്രസ്റ്റ്. ഫായിദ അത് ഫലല്ലേ എന്നിരുന്നാല് തെറ്റിപ്പോകും. ഫായിദ നമ്മൾ ആകെ അറിയാം, നമുക്ക് ഉപയോഗപ്രദമായ മുഫീദ് നോക്കണം, ജുംല മുഫീദ എന്നില്ലായിരിക്കും. അപ്പൊ അത് വെച്ച് എഴുതാൻ പറ്റൂല. പിന്നെ റഷ്വയാണ്. റഷ്വന ബ്രൈബാണ്, ബ്രൈബ്, കൈക്കൂലി വാങ്ങുക. ഷബക്ക എന്ന് പറഞ്ഞാൽ നമുക്കറിയാം വല, ഷബക്കത്ത് അല്ലെ? അപ്പൊ ഇവിടെ എന്തായാലും ഫായിദ ഇൻട്രസ്റ്റ് ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ മുഅദ്ദലുൽ ഫായിദ എന്ന് പറയാം. മുഅദ്ദലുൽ ഫായിദ സാന്ദർഭികമായി പറഞ്ഞു മാത്രം. ഇൻട്രസ്റ്റ് റേറ്റ് ആണ് മുഅദ്ദലുൽ ഫായിദ, മുഅദ്ദലുൽ ഫായിദ. അടുത്തത് പിന്നെ ചോദിച്ചത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പദമാണ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, AI. എന്തായാലും അറിഞ്ഞിരിക്കണം, അറിയുന്ന ആളുകളെ നിങ്ങൾ എല്ലാവരും. അതിൽ ഓപ്ഷൻ കൊടുത്താൽ ഇൻസാനുൽ ആഖിൽ, അൽ ഇൻസാനുൽ ഇസ്തിനായി. ഇസ്തിനായി എന്ന് പറഞ്ഞാൽ തന്നെ ആർട്ടിഫിഷ്യൽ ആണ്. ഇസ്തിനായിയ എന്നൊക്കെ പറഞ്ഞാൽ ആർട്ടിഫിഷ്യൽ എന്നില്ലാണ്. അപ്പോ അൽ ഫന്നു ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, കലാകൃത്രിമത്തിന്റെ സൃഷ്ടിയാണ്. അപ്പൊ നമ്മൾ പറയുന്നത് എന്താ വെച്ചാല് പിന്നെ അൽ ഫന്നു മൻതൂജ് തസന്നു അൽ ഇസ്തിനാ എന്നാണ് ആർട്ടിഫിഷ്യാലിറ്റി എന്ന് പറയുന്നത്. അപ്പൊ എനിവേ അദ്ദഖഉൽ ഇസ്തിനായി, ദഖഅന ബുദ്ധികൂർമ്മതയാണല്ലോ ഇന്റലിജൻസ്. അപ്പൊ അതാണ് കറക്റ്റ് ടേം, അദ്ദഖഉൽ ഇസ്തിനായി, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്. നമ്മൾ അവസാനത്തോട് കിടക്കുകയാണ്. പിന്നെ വേറെ ചോദ്യം കണ്ടത് അത്തർജമ സ്വഹീഹ, ഏർലി ബേർഡ് രജിസ്ട്രേഷൻ. ഏർലി ബേർഡ് രജിസ്ട്രേഷൻ ഉള്ളതാണ്. അപ്പൊ ഇതില് പിന്നെ നമ്മൾ ബേർഡൊക്കെ കാണുമ്പോ ഇതിൽ ഏതാ ബേർഡ് ഇല്ല നമുക്ക് അറിയേണ്ട പദം അതേ ഉള്ളൂ. ഇതിലിപ്പോ കാണുമ്പോ ഹജ്ജ് മുബക്കിർ, ഹജ്ജ് മുബക്കിർ, ഹജ്ജ് തുയൂർ മുബക്കിറ, ഹജ്ജ് ത്വാഇറ, എല്ലാത്തിലും ബേർഡ് ഉണ്ട്. അപ്പൊ ഏതെങ്കിലും ബേർഡിൽ ഇഷ്ടമല്ലേ നമ്മൾ സെലക്ട് ചെയ്യും.
പിന്നെ മുബക്കിറും കൂടി അറിയുമ്പോൾ നമുക്ക് എന്തായാലും രണ്ടാമത്തെ ഓപ്ഷൻ ഉറപ്പാ. കാരണം തുയൂറുണ്ട്, മുബക്കിറുണ്ട്, ഏളിയായി. പക്ഷെ ഈ ഇതൊരു ടേമാണ്. ആ ടേം ഉപയോഗിക്കുന്ന എന്തിനാണ് കൂടി നമ്മൾ അറിയണം. ഞാനത് ഇവിടെ കോട്ട് ചെയ്തിരിക്കുന്നു. ഏർലി പെയ്ഡ് രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് ടാക്ടിക് ആണ്. വേർ യു ഓഫർ കസ്റ്റമേഴ്സ് ചാൻസ് ടു പർച്ചേസ് ടിക്കറ്റ്സ് യുവർ ഇവന്റ് അറ്റ് എ ഡിസ്കൗണ്ട് പ്രൈസസ് ഇഫ് പർച്ചേസ്ഡ് ഏർലിയർ ദാൻ ദ യൂഷ്വൽ ബൈയിങ് ടൈം ലൈൻ. അപ്പൊ സാധാരണ ഒരു വസ്തു വാങ്ങാനുള്ള ഒരു ടൈം ഉണ്ടാകും. ആ ടൈമിന് മുമ്പേ നമ്മൾ ആ സ്ഥാനം വാങ്ങിക്കഴിഞ്ഞാല് അവർക്ക് ഡിസ്കൗണ്ട് കൊടുക്കുക. ആ ഒരു പദ്ധതിക്കാണ് ഏർലി ബേർഡ് രജിസ്ട്രേഷൻ എന്ന് പറയുന്നത്. നേരത്തെ വരുന്ന ബേർഡ് പോലെ, പക്ഷികളെ പോലെ. അപ്പൊ അതിന് നമ്മൾ ഉപയോഗിക്കുന്നത് ഹജിസ് മുബക്കിർ എന്ന് പറഞ്ഞാൽ തുയൂർ നട കൊണ്ടുവരേണ്ട ആവശ്യമില്ല. അതാണ് ആ ടൈം ഉപയോഗിക്കുന്നത്. ഹജിസ് മുബക്കിർ, ഹജിസ് റിസർവ് ചെയ്യാന്നാണല്ലോ. അപ്പൊ ആദ്യം ചെന്നിട്ട് പിടിച്ചു വാങ്ങുന്ന അവസ്ഥ ഹജിസ് മുബക്കിർ എന്ന് പറഞ്ഞാൽ മതി. ഹജിസുൻ മുബക്കിറുൻ. അതാണ് എന്റെ PPT-യിൽ ഉള്ളത്. ഇനി ഞാൻ ക്വസ്റ്റ്യൻസിന്റെ ഒരു വേർഡിൽ ഒന്ന് രണ്ടും കൂടി വേണമെങ്കിൽ പറയാം, എന്നിട്ട് അവസാനിപ്പിക്കാം. നിങ്ങളെല്ലാരും കേൾക്കണ്ടല്ലോ അല്ലേ? ഓക്കെ. ഷെയർ ചെയ്ത് വന്നില്ലല്ലോ. വന്നിട്ടുണ്ട് സർ. സർ ഷിഫ്റ്റ് അതൊന്ന് കൊടുത്തു നോക്കോ? ഷിഫ്റ്റ് ചെയ്ത് കൊടുത്തോക്കോ. പിന്നെ സ്ക്രീന് പഴയതുപോലെ വരുമോ നോക്കാൻ വേണ്ടിട്ടേ. നേരത്തെ ശരിക്കും വന്നിരുന്നോ? ഇല്ല, നേരത്തെ ഇതുപോലെ തന്നെ. സാറിന്റെ സിസ്റ്റം കംപ്ലൈന്റ് ആയതാണോ? എനിക്കറിയില്ല. ഞാൻ സാധാരണ ഡിപ്ലോമ ക്ലാസ്സിൽ ഉപയോഗിക്കാറുള്ള ഒരു പാറ്റേൺ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി നിങ്ങൾക്ക് കാണാലോ? കാണാം. ഓക്കെ. അപ്പൊ ഇതില് വേറൊരു ചോദ്യം കണ്ടത് വക്കാലത്തു തജീർ സയ്യാറാത്തിനാണ്. വക്കാലത്തു തജീർ സയ്യാറാത്ത്. അപ്പൊ ഇതില് പിന്നെ വക്കാല ഏജൻസി തജീർ എന്ന് പറഞ്ഞാൽ റെന്റിന് എടുക്കുക അല്ലെ, റെന്റിന് കൊടുക്കുക. സയ്യാറാത്ത് കാറ് നമുക്കറിയാം. അപ്പൊ ഇവിടെ കൊടുത്തില്ല കാർ എക്യുപ്ഡ് ഏജൻസി, ടാക്സി റിന്യൂവൽ ഡിപ്പാർട്ട്മെന്റ്, വെഹിക്കിൾ ഓണേഴ്സ് ഗ്രൂപ്പ്, അങ്ങനെ. അപ്പൊ കാർ നമുക്ക് റെന്റൽ ഏജൻസി. അപ്പൊ ലാസ്റ്റ് ഓപ്ഷൻ ആണ് അതിന് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ അൽ മആയിർ അൽ കലിമ അൽ മുഖാബില ലഹാ ഫിൽ ലുഗ അൽ ഇൻജിലിസിയ. മആയിറിന്റെ യോജിച്ച പദമാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതിലെ ഓട്രോസിറ്റീസ്, അറ്റാക്സ്, സ്റ്റാൻഡേർഡ്, സ്പെയർ പാർട്സ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ കറക്റ്റ് ആൻസർ സ്റ്റാൻഡേർഡ്സ്. മഅയാർ, മആയിർ, സ്റ്റാൻഡേർഡ്സ് ആണ്. പിന്നെ മറ്റൊന്ന് ഹവാലൈ എന്ന് പറയുന്നത്. ഹവാലൈ നമ്മൾ വ്യാപകമായിട്ട് കാണുന്നതാണ്, എല്ലാവർക്കും അറിയാം. ഹവാലൈ അർബഈൻ, അറൌണ്ട് 40, അപ്രോക്സിമേറ്റ്ലി 40 എന്നൊക്കെ പറയുന്ന രീതിയിൽ. അപ്പൊ അൽ കലിമ അൽ മുഖാബിൽ ലഹാ ഫിൽ ലുഗ അൽ ഇൻജിലിസിയ ഇവിടെ റിഗാർഡിങ് എന്നല്ല, അത് ഹൗലയാണ്. ഹൗല ആവുമ്പോ റിഗാർഡിങ് വേണേ നമുക്ക് പറയാൻ പറ്റും. അപ്പോൺ, ഓൺ, എബൌട്ട് എന്നൊക്കെ പറയാം. ഹൗലയാണ്. ഹവാല എന്ന് പറയുമ്പോൾ അപ്രോക്സിമേറ്റ്ലി ആണ്. അപ്പൊ അപ്രോക്സിമേറ്റ്ലി എന്നാണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. പിന്നെ മൈ കണ്ടീഷൻ, ഹാലത്ത് എന്ന കണ്ടീഷൻ ആണല്ലോ എഴുതിയിട്ട് ഹവാലി. അപ്പൊ സ്വഭാവം എന്റെ കണ്ടീഷൻസ് തന്നെ എഴുതണ്ട, ജമ്മാണെന്ന് കരുതി ചെയ്യേണ്ട. അപ്രോക്സിമേറ്റ്ലി ഇസ് ദ കറക്റ്റ് ഓപ്ഷൻ. പിന്നെ ഒന്നും കൂടി ഉള്ളത് ഇതാണ് അഗ്രിഗേറ്റ് എമൗണ്ട് എന്ന് പറഞ്ഞതിനാണ് അൽ മബ്ല ഉൽ ഇജ്മാലി. ഇജ്മാലി എന്ന് പറയുന്നത് ടോട്ടൽ നമുക്കറിയാലോ. അതാണ് അഗ്രിഗേറ്റ് പറഞ്ഞാൽ മൊത്തത്തിലുള്ളതാണ് ചോദിക്കുന്നത്. അഗ്രിഗേറ്റ് പെർസെന്റേജ് നമുക്ക് പറയാറുണ്ട്. നമ്മള് സെക്കൻഡ് ലാംഗ്വേജ് കൂടി കൂട്ടിയിട്ട് നമ്മൾ മാർക്ക് ഇടുമ്പോൾ കുറച്ചും കൂടി പെർസെന്റേജ് കൂടും. അപ്പൊ അത് അറിയണം എന്തായാലും. അപ്പൊ അൽ മബ്ല ഉൽ ഇജ്മാലി, അഗ്രിഗേറ്റ് എമൗണ്ട് എന്നാണ്. അപ്പോ ഇജ്മാല്, ജമാലൊക്കെ കണ്ടിട്ട് ബ്യൂട്ടിഫിക്കേഷൻ കൊടുത്താൽ തെറ്റിപ്പോകും. ബ്യൂട്ടിഫിക്കേഷൻ എമൗണ്ട് എന്ന് പറയുമ്പോൾ തെറ്റിപ്പോകും. ബ്യൂട്ടിഫിക്കേഷൻ എന്ന് പറയുമ്പോൾ തെജ്മീലാണ് അല്ലെങ്കിൽ തസീനാണ്.
അല്ലെ? നമ്മള് അതുപോലെ ഈ പ്ലാസ്റ്റിക് സർജറിക്ക് എന്താ പറയാ? പ്ലാസ്റ്റിക് സർജറി അറിയോ? അത് ഇതിനോട് ജമാല് പറഞ്ഞപ്പോ ഓർത്ത് പറഞ്ഞാണ്. നമ്മള് ജിറാഹ തജ്മീലിയ എന്നാ പറയാ. ജിറാഹ തജ്മീലിയ പ്ലാസ്റ്റിക് സർജറി. ജിറാഹ എന്നാല് സർജറി, അല്ലെങ്കിൽ കോസ്മെറ്റിക് സർജറി എന്നൊക്കെ പറയുമ്പോ എന്ത് ജമ്മല ഭംഗിയാക്കാൻ വേണ്ടിയാണ് സർജറി നടത്തുന്നത്, പ്ലാസ്റ്റിക് സർജറി ചെയ്യുന്നത്. സിനിമാ നടൻ നായികമാരൊക്കെ ചെയ്യുന്ന പോലെ. അപ്പോ പ്ലാസ്റ്റിക് സർജറി ജിറാഹ തജ്മീലിയ എന്ന് പറഞ്ഞ പ്ലാസ്റ്റിക് സർജറിയാണ്. പിന്നെ ഇതിലൊരു ചോദ്യം വന്നിട്ടുണ്ട്, തീമാറ്റിക് എഡിറ്റിംഗ്. അതെനിക്ക് ഡൗട്ടുണ്ട്, ഞാനത് എത്തിയിട്ടുള്ളൂ അവിടേക്ക്. ആ ക്വസ്റ്റ്യനും കൂടി ഉണ്ടായിരുന്നു. ഈ ക്വസ്റ്റ്യൻ ഒന്നും കൂടി വിലയിരുത്താൻ എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അത് ഏതാണ് ഉദ്ദേശിക്കുന്നത് എനിക്ക് തോന്നുന്നത് ഇവിടെ ഒന്നെങ്കിൽ തഹ്രീർ തർക്കീബി ആവുമ്പോ സിന്തറ്റിക് ആണ്, തർക്കീബാണല്ലോ, ഘടനയാണ്. തീം എന്ന് പറയുമ്പോൾ ഒന്നും ഉള്ളിലോട്ടല്ലേ. എനിക്കൊരു ഡൗട്ട് ഉണ്ട് ആ വിഷയത്തില്. സർ ആൻസർ കീയില് ബി ആണ് വന്നത്. തഹ്രീർ മബഹജ് അല്ലേ? യെസ്. അതന്നെ. അത് ഈ നമ്മൾ തീമാറ്റിക് എന്ന് പറഞ്ഞാൽ വിഷയകരമായ എന്നാണ്. അപ്പൊ പ്രതിപാദ്യ വിഷയകരമായ, പ്രബന്ധ വിഷയകരമായ എന്നൊക്കെ അർത്ഥം ഉണ്ടല്ലോ തീമാറ്റിക് എന്ന് പറയുമ്പോൾ. അപ്പൊ തഹ്രീർ മബഹജ് തന്നെ ആയിരിക്കും തീമാറ്റിക് ഉദ്ദേശിക്കുന്നത്. തീമാറ്റിക് എഡിറ്റിംഗ് എന്നുണ്ട്. തഹ്രീറിന് എഡിറ്റിംഗ് ആണ്, മുഹാരിറാണ് എഡിറ്റർ ആണ്, റയീസു തഹ്രീറാണ് ചീഫ് എഡിറ്ററായി. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞ ഓപ്ഷൻസ് ഏതെങ്കിലും സംശയമുണ്ടോ റസൽ ടീച്ചറെ? ഇല്ല സർ, ഇത് പെഡഗോജിയുടെ ഒരു ടേം ആണ്. ഓക്കെ 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 ഓക്കെ. അപ്പൊ ഞാൻ ഉദ്ദേശിച്ച കാര്യം ഞാൻ കവർ ചെയ്തു തോന്നുന്നു. ഐ ഡോണ്ട് നോ വെദർ യു ഗോട്ട് എനിത്തിങ് ഫ്രം മീ. സർ ഇനി കൂടുതൽ ഇപ്പോ സ്വീഡിഷ് ആയിട്ടൊക്കെയുള്ള ട്രാൻസ്ലേഷൻ എന്തെങ്കിലും ഉണ്ടെങ്കിലേ, ന്യൂസ് പേപ്പറിൽ വരുന്ന പുതിയ ടേമുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് സ്ലൈഡ് ഇല്ലാതെ പറഞ്ഞു കൊടുക്കാൻ പറ്റുമോ? എനിക്ക് തോന്നുന്നു എക്സാമിന് കൂടുതലായിട്ട് അതാ ഇപ്പൊ ചോദിക്കുന്നത്. പിന്നെ നമ്മളിപ്പോ അതായത് സാധ്യത കാണുന്ന ഒന്ന് രണ്ട് ടേം നമുക്ക് അറിയുന്ന ടേമുകളാണ്. ഇപ്പോ ഒക്യുപ്പേഷൻ നടക്കുകയാണ്, എല്ലാവർക്കും അറിയാം പദം ഇഹ്തിലാൽ എന്ന് പറയുന്ന പദം, ഒക്യുപ്പേഷൻ അല്ലെ? അപ്പോ ഇറങ്ങി എന്നൊക്കെ അർത്ഥം വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് തെറ്റിപ്പോവും. ഇഹ്തിലാൽ എന്ന് പറഞ്ഞ ഒക്യുപ്പേഷൻ ആണ്. പിന്നെ നമ്മള് ഇഹ്തിലാലിന് പുറമെ വരുന്ന ഇസ്തിമാർ എന്ന് പദം വരാറുണ്ട്. ഇസ്തിമാർ എന്ന് പറയുമ്പോൾ ഒന്നും കൂടി മുന്നോട്ട് പോയി, കോളനൈസേഷൻ ആയി. ഇമാറ കോളനൈസേഷൻ ആയി. അതുപോലെ എനിക്ക് തോന്നിയ, ഞങ്ങൾ ഇതിനു വേണ്ടി നോക്കിയപ്പോ എനിക്ക് തോന്നിയ ഒരു ടേമാണ് ഇപ്പൊ നമ്മള് ട്രാവൽ അലവൻസ് എന്ന് പറയുമ്പോൾ ഉപയോഗിക്കുന്ന ബദൽ എന്ന് കാണുമ്പോൾ നമുക്ക് പകരം എന്ന് തോന്നുള്ളൂ. ബദൽ എന്ന് പറയുമ്പോ, അപ്പോ ബദലു സഫർ എന്ന് പറഞ്ഞാല് ട്രാവൽ അലവൻസ് ആണ്. ബദലു സഫർ, ബദൽ എന്ന പദം അലവൻസിന് ഉപയോഗിക്കുന്ന പദം കൂടിയാണ്. അപ്പൊ ബദലു സഫർ എന്ന് പറഞ്ഞാൽ ട്രാവൽ അലവൻസ് എന്നാണ്. ഓക്കെ. പിന്നെ നമ്മള് വ്യാപകമായിട്ട് അറിയുന്ന പദമാണ് എന്ത്? പിന്നെ ഗ്ലോബലൈസേഷൻ, ആഗോളവൽക്കരണം വളരെ ചർച്ച ചെയ്യപ്പെടുന്നതാണ്. അത് ആലമെന്ന് വരുന്നത് തന്നെയാണ്. ഔലമ എന്ന് പറയാം, ഔലമ ഗ്ലോബലൈസേഷൻ. അപ്പൊ ആലം കാണുമ്പോൾ വേൾഡ് എഴുതിയേക്കുന്ന സാധ്യത ഉണ്ടായതുകൊണ്ട് ഔലമ ഒന്നും കൂടി സാധ്യത ഉണ്ട് എന്ന് തോന്നുന്നു. പിന്നെ അങ്ങനെ ഞാൻ ഈ ക്വസ്റ്റ്യൻസ് ബേസ് ചെയ്ത് ഞാൻ നോക്കിയിട്ടുള്ളൂ. വേറെ ഇതില് എന്റെ ബുക്ക് ഇലക്ഷനായിട്ട് ബന്ധപ്പെട്ട കുറച്ച് വേർഡ്സ് കൂടി. ഇപ്പോ ഇലക്ഷൻ ക്യാമ്പയിൻ എന്ത് പറയും? ഇലക്ഷൻ ക്യാമ്പയിൻ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇലക്ഷൻ ക്യാമ്പയിൻ ഹംല ഇന്തിഖാബിയ എന്ന് പറയാ. ഹംല ഇന്തിഖാബിയ. ഹംലത്തെ ഹാമിൽ എന്ന് പറഞ്ഞാൽ ഗർഭിണിയാണ്, ഹംല എന്ന ഗർഭമാണ്. ഹംല ഇന്തിഖാബിയ എന്നാണ് ഇലക്ഷൻ ക്യാമ്പയിൻ എന്നാണ്. ഇലക്ഷൻ ക്യാമ്പയിൻ ഹംല ഇന്തിഖാബിയ. അതുപോലെ കാൻഡിഡേറ്റ് മുറഷഹ് എന്നാ പറയാ. മുറഷഹ് എന്ന് പറഞ്ഞാല് കാൻഡിഡേറ്റ്. അതേസമയം നോമിനേഷൻ കൊടുക്കുക നിങ്ങൾ പറഞ്ഞിട്ട്, നോമിനേഷൻ അതിന് തെർഷീഹ് ഇതിൽ തന്നെ വരുന്നത്. നാഹിബും പറയാം.
നാഹി പറ യാ യാ തർഷീഹ്. സോറി, തർഷീഹ് എന്ന് പറഞ്ഞാല് നോമിനേഷൻ. നാഹിബ് നല്ല ഓപ്ഷൻ ആട്ടോ. സമയം മുറശവും ഉപയോഗിക്കാറുണ്ട്. വോട്ടിന് തസ്വീത്ത്, സവ്വത, തസ്വീത്ത്. ഈ കർഫ്യൂ എന്ന് പറഞ്ഞാല് മൻ ഉത്തിജുവാൽ, ഹദർ തജുവാൽ എന്ന് പറഞ്ഞ കർഫ്യൂ ആണ്. തജുവാൽ ഞാൻ ഡിക്ഷണറി ഒന്നല്ല കേട്ടോ, എല്ലാരും കൂടി ചോദിക്കല്ലേ. ഹദർ തജുവാൽ എന്ന് പറഞ്ഞാൽ ഹലറാൻ തടഞ്ഞു എന്നാണ്. അപ്പൊ ജാല ജവ്വാല് മൊബൈൽ ഇങ്ങനെ അടങ്ങിയ എപ്പോഴും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അതിനാണ് തജുവാല് വരുന്നത്. ഹദർ തജുവാൽ കർഫ്യൂ ആണ്. ആരും പുറത്തിറങ്ങാതെ കർഫ്യൂ പ്രഖ്യാപിച്ചു എന്നൊക്കെ പറയാറുണ്ടല്ലോ. ഹദർ തജുവാൽ. ഓക്കെ. പോളിംഗ് ബൂത്തിന് ഇപ്പൊ എന്ത് പറയാ നമ്മള്? ബൂത്ത് ജനാഹ് എന്ന് പറയാറില്ലേ? അല്ലെങ്കിൽ ഹുജൈറ എന്ന് പറയാം. ഹുജൈറ കേട്ടോ, ഹുജൈറ, ഹുജൈറത്തുൽ ഇഖ്തിറ, പോളിംഗ് ബൂത്ത് എന്ന് വേണേ പറയാം, ഹുജൈറ. ഹുജൈറ ഇതാണ് ഇഖ്തിറ, നമ്മൾ വോട്ട് എടുക്കുന്ന നോക്കാണല്ലോ. ബാലറ്റ് എന്ന് പറഞ്ഞാൽ വറക്കത്തുൽ ഇഖ്തിറ. ഇന്തിഖാബ് ബന്ധപ്പെടുത്തി വായിക്കാം. അല്ലെ ബാലറ്റ് ഇഖ്തിറാ തസ്വീത്ത് എന്നില്ല തന്നെ നമ്മൾ പറയാം. ഇഖ്തിറാ വ്യാപകമായിട്ട് ഇതിൽ കാണുന്നുണ്ട് കേട്ടോ. പിന്നെ ഇപ്പോ വോട്ടിന് വേറെ ഉപയോഗിക്കുന്ന ടു കാസ്റ്റ് എ വോട്ട് എന്ന് പറയുന്ന ഉപയോഗിക്കുന്ന ടേമാണ് അദില ബി സൗത്ത്. സൗത്ത് പറഞ്ഞ ശബ്ദം എഴുതിയിരിക്കണ്ട. അദില ബി സൗത്ത് എന്ന് പറഞ്ഞാല് തസ്വീത്ത് ആണ് വോട്ട് ചെയ്യല്, സൗത്ത് നമുക്ക് വോട്ട് ഉപയോഗിക്കാം. അദില ബി സൗത്ത്. പോസ്റ്റൽ വോട്ട് നമുക്ക് എന്താണ് തസ്വീത്ത് അൽ ബരീദി എന്ന് വേണേൽ പറയാലോ, അല്ലെങ്കിൽ സൗത്തുൽ ബരീദി. പോസ്റ്റൽ വോട്ടാണ് പറയാൻ പറ്റുക. ഓക്കെ, സൗത്തുൽ ബരീദി എന്ന് പറയാം. ഓപ്പൺ വോട്ട് സൗത്തുൽ മഫ്സൂഹ്. യാ അദില ബി സൗത്ത് ടു കാസ്റ്റ് എ വോട്ട്, വോട്ട് ചെയ്യുക. യാ റിപ്പബ്ലിക് ജംഹൂരിയ തന്നെ, ജംഹൂരിയ എന്ന് പറഞ്ഞാൽ മതി. ഈ സ്പീക്കർ നമ്മളെ കോണ്ടാക്ട് അനുസരിച്ച് സ്പീക്കർ എന്ന് എനിക്ക് തോന്നുന്നത് നമ്മൾ സ്പോക്ക് പേഴ്സൺ എന്ന് പറയാൻ മുത്തഹദ്ദിസ് എന്നാ പറയാ. സ്പോക്ക് പേഴ്സൺ, ഒരു പാർട്ടിയുടെ സ്പോക്ക് പേഴ്സൺ സംസാരിച്ചവർ മുത്തഹദ്ദിസു അൽ ഹിസ്ബ്, അൽ ഹിസ്ബുൽ മുത്തമർ, കോൺഗ്രസ് പാർട്ടിയുടെ സ്പോക്ക് പേഴ്സൺ എന്നൊക്കെ പറയുമ്പോൾ പറയും. അതേസമയം നമ്മളേക്ക് തോന്നുന്നത് ഈ നമ്മളെ മജ്ലിസ് തശ്രീ, എന്താ മജ്ലിസ് തശ്രീ, നിയമസഭ, ലെജിസ്ലേറ്റീവ് അസംബ്ലി. അപ്പോ അതിലെ റയീസ് എന്നുള്ള പദം ഉപയോഗിച്ചാൽ മതിയായിരിക്കും എന്ന് തോന്നുന്നു. യാ മുഹദ്ദിസ് റസ്മി, സ്പോക്ക് പേഴ്സൺ. ഇനി എക്സിക്യൂട്ടീവ് അസംബ്ലി എന്നാണെങ്കിൽ അൽ മജ്ലിസു തൻഫീദി, നടപ്പിലാക്കുക. എം പി എന്ന് പറഞ്ഞാൽ ഉദു ബർലമാൻ, മെമ്പർ ഓഫ് പാർലമെന്റ് അല്ലേ. എം എൽ എ എന്ന് പറയുമ്പോൾ എന്താ, ലെജിസ്ലേറ്റീവ് അസംബ്ലിയാണ്. അപ്പൊ ഉദു മജ്ലിസ് തശ്രീഇ. കോൺസ്റ്റിറ്റ്യുവൻസി എന്ന് പറയുന്നത് നമ്മൾ കോൺസ്റ്റിറ്റ്യുവൻസി അല്ലെ, മണ്ഡലം. ദാഇറ, നേരത്തെ ഞാൻ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറഞ്ഞ പദം തന്നെ, ദാറ ചുറ്റിയ, ദാഇറ എന്ന് പറയാൻ പറ്റും. അത്യാവശ്യമായില്ലേ?
ടീച്ചറെ ഒരു ചോദിച്ചതിന് കിട്ടുന്നതൊക്കെ പോരട്ടെ എന്ന് ഓർത്ത് മിണ്ടാണ്ടിരിക്കണതാ. ഓക്കെ. പ്രതിപക്ഷ പാർട്ടിക്ക് ഞാൻ എന്ത് പറയും? എന്നും പറയാം. കുട്ടികളെ ഇനി ഒന്നും ഇല്ലല്ലോ? 2 മിനിറ്റിനുള്ളിൽ ചോദിച്ചു. ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന്. സാറിനൊക്കെ അങ്ങനെയല്ലേ കിട്ടുള്ളൂ. അപ്പൊ കുട്ടിക്ക് എത്രയും ഉപകാരപ്പെടുത്താൻ പറ്റുമോ? അതാണ് ഞാൻ മിണ്ടാണ്ടിരിക്കുന്നത്. ബോർഡിംഗ് പാസ് നമ്മൾ എന്താ പറയാ, നമുക്ക് ബിതാഖത്ത് ദുഖൂൽ എന്നാണോ എനിക്ക് സംശയമുണ്ട്. ഈ ബോർഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ് ശരിക്ക്? ഒരു ഫ്ലൈറ്റ് ഒക്കെ ബോർഡ് ചെയ്യുന്ന നമ്മൾ ഇസ്തഖല്ലാന്ന് ഉപയോഗിക്കുക. ഞാൻ പദം സദവി പറയാണ്. ഇസ്തഖൽതു അത്വഇറ അൽ ഖിത്താർ എന്നൊക്കെ പറയും. ഇസ്തഖല്ലാന്ന് ഉപയോഗിക്കുന്നത് സ്വതന്ത്രമാവെന്ന് പറയില്ല അതിന്റെ ഇതായിട്ട്. ടു ബോർഡ്. സാർ ഈ ന്യൂസ് പേപ്പറിലൊക്കെ ഇപ്പൊ പുതിയ ടേം സാർ നോട്ട് ചെയ്ത് വെച്ചെന്തെങ്കിലും ഉണ്ടോ? ഞാനോ? ഇത് ഇന്റർവ്യൂവിൽ വരെ ഇപ്പൊ ചോദിക്കുന്നുണ്ട് ട്രാൻസ്ലേഷൻ. എല്ലാത്തിലും ഇപ്പൊ ചോദിക്കുന്നുണ്ട്. അത് ചോദിക്കേ, കാരണം നമ്മള് പണ്ടത്തെ പോലെ ഇംഗ്ലീഷ് അറിയാതെ ഇപ്പൊ അറബി അധ്യാപനം ഉണ്ടാവാൻ പാടില്ല എന്നാണ്. അപ്പൊ ഞാൻ അങ്ങനെ ആ ഒരു രീതിയിൽ നോട്ട് ചെയ്തിട്ടില്ല. സൺബേൺ, സൂര്യതാപത്തിന് ചോദിക്കണ്ട, അതൊക്കെ പ്രതീക്ഷിക്കാൻ പറ്റുന്ന ചോദ്യമാണ്. സൂര്യതാപല്ലേ? വിത്താഖത്ത് റുഖൂബ് ബോർഡിംഗ് പാസ് അതായിക്കൂടായില്ല കേട്ടോ. എന്താണ് സൂര്യതാപത്തിന് ഇംഗ്ലീഷ് എന്താ പറയാ? വാമിങ്ങോ? സൺബേൺ അല്ലേ? നോട്ട് ചെയ്തിട്ടില്ല പദം. ഞാൻ ഒന്ന് ഉറപ്പുവരുത്താണ് കേട്ടോ. ഇഹ്റാഖ് എന്നൊക്കെ ഉള്ള ഒരു അർത്ഥമായിരിക്കും തോന്നുന്നു. ഇഹ്റാഖ് കരിക്കുക എന്നൊക്കെ ഉള്ളത്. ഒറ്റ വാക്ക് ഇനി എന്താ ഉപയോഗിക്കുന്ന നോക്കണം. അതുപോലെ ക്ലൈമറ്റ് ചേഞ്ച് ഒക്കെ ചിലപ്പോൾ ചോദിക്കാം. ലർബത്ത് ഷംസ് മോസ്റ്റ് മൊബൈലി ഗുഡ് ഓപ്ഷൻ. ലർബത്ത് ഷംസ് കാരണം ലർബായി ഷോക്ക് നമ്മൾ പറയാം. അതന്നെ കേട്ടോ, അത് പറയാം. സൂര്യതാപേൽക്കുക എന്നല്ല പറയല്ലേ. സൺസ്ട്രോക്ക്, ഹീറ്റ് സ്ട്രോക്ക് എന്ന് പറഞ്ഞ ലർബത്ത് ഷംസ് ഉപയോഗിക്കുന്നുണ്ട്. ഈ ലർബ് പറഞ്ഞപ്പോ പറയണേ, ഈ പെനാൽറ്റി ക്ലിക്ക് എന്നൊക്കെ പറയാൻ ലർബത്ത് ജസ എന്നാ ഉപയോഗിക്കുക. ലർബത്ത് ജസ പെനാൽറ്റി. ഇൻഷാല്ലാ ഏകദേശം എല്ലാവരുടെയും ഡൗട്ടൊക്കെ ക്ലിയർ ആയി തോന്നുന്നുണ്ട്. ഇപ്പൊ സാറിന്റെ ഒരു ക്ലാസ് കൂടെ കിട്ടാന്ന് പറയുന്നത് മക്കളെ ഓണത്തിന് മാവേലി വരാന്നൊക്കെ ഒരു ഐതിഹ്യം ഉണ്ടല്ലോ, അതുപോലെയാണ് സാറിനൊക്കെ കിട്ടണമെങ്കിൽ. എന്തോ ഞങ്ങളോട് നോ പറയാൻ പറ്റാത്തോണ്ട് മാത്രമാണ് സാറിന്റെ ക്ലാസ് കിട്ടുന്നത്. ഞങ്ങൾ ഈ കാലിങ്ങയും പിടിച്ച് പോകുമ്പോ തന്നെ നോ പറയരുതെന്നാണ് ആദ്യത്തെ മെസ്സേജ്, എന്നിട്ടേ രണ്ടാമത് പറയുള്ളൂ ഒരു ക്ലാസ് വരുമെന്ന്. അപ്പൊ സാറിന് പറ്റാത്തോണ്ട് സാറ് ക്ലാസ് എടുക്കുന്നത് സത്യത്തില്, അല്ലാതെ സാറിന് സമയം ഉണ്ടായിട്ടല്ല. അപ്പോ ഒരു ക്ലാസ് കൂടെ ഇനി കിട്ടുക എന്നുള്ളത്, ഇനി നമുക്ക് ദിവസങ്ങളും ഇല്ല, ഇനി ആകെ 2-3 ദിവസം മുന്നിലുള്ളോ. അപ്പൊ ട്രാൻസ്ലേഷൻ സാർ പറഞ്ഞോ. ക്ലാസ്സിനെ കുറിച്ച് പറയണ അടുത്ത ക്ലാസ് ചോദിക്കല്ലോ. കുട്ടികൾ ഒരു ക്ലാസ്സും കൂടെ തരുമോ ചോദിക്കണം സാറിന്റെ. അത് പറയതിനോട് അതാണ് ദർജത്തുൽ ഹറാറ കേട്ടോ, ടെമ്പറേച്ചർ ആരോ ചോദിച്ചു, അതുകൊണ്ട് പറഞ്ഞു. അത് നിങ്ങൾ പറയരുത്, സമയം കിട്ടൂലേ. ഞാൻ ഈ എന്തായാലും ഈ കുറച്ച് ദിവസമല്ലേ ഉള്ളൂ. അതോ 8-ാം തീയതിക്ക് മുമ്പ് വേണ്ടേ? 6-ാം തീയതിയാണ് ക്ലാസ്. 6-ാം തീയതി ജയിലില് പ്രസന്റേഷൻ ഉണ്ടാവും. എന്റെ സെമിനാർ ഓൺലൈൻ പ്രസന്റേഷൻ ആണ്. സെമിനാറൊക്കെയാണ്, ഇന്റർനാഷണൽ സെമിനാർ. അപ്പൊ അതിനുള്ള ഒരുക്കത്തിലാണ്. ഇതിപ്പോ നിങ്ങൾ പറയുമ്പോ തട്ടില് ഇതിട്ടിട്ട് തന്നെ. അങ്ങനെയല്ല, ഞാൻ ഭയങ്കര ബിസി ആയതുകൊണ്ടല്ല, പക്ഷെ ഓരോ തിരക്കുകൾ ഉണ്ടാവും. അതിന്റെ ഡിപ്പാർട്ട്മെന്റ് തിരക്കുകൾ. നമുക്ക് വെക്കേഷൻ അല്ലല്ലോ. അപ്പൊ എനിവേ ഇൻഷാ അല്ലാഹ്
ഇൻഷാല്ല ഇനി ഒരുപാട് എന്തെങ്കിലും എന്റെ ശ്രദ്ധയിൽ പെട്ട പദങ്ങൾ ഞങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പ് ചെയ്യാൻ എന്തോ ചെയ്തോണ്ട് ഓർമ്മയില് അത് തോന്നുകയാണെങ്കിലേ സാർ ഒരു ചെറിയ PDF-ന്റെ രൂപത്തിലാണെങ്കിലേ ഇങ്ങനെ ചെറിയ ചെറിയ ടേമുകൾ തരുവാണെങ്കിൽ ഞാനത് കുട്ടികൾക്ക് കൊടുത്തോളാം. ഇൻഷാല്ല. അപ്പോ ഈ ഒരു മണിക്കൂർ എന്ന് പറയുന്നത് ഞങ്ങളെ കുട്ടികളെ സംബന്ധിച്ചിടത്തോളം വലിയൊരു അനുഗ്രഹമാണ്. കാരണം ഒരുപാട് ക്വസ്റ്റ്യൻസ് മുമ്പത്തെ പോലെയല്ല, ഒരുപാട് ക്വസ്റ്റ്യൻസ് ട്രാൻസ്ലേഷൻ വരുന്നുണ്ട്. സത്യത്തില് കഴിഞ്ഞ HSAയില് ഞാൻ എഴുതിയ പകുതിയും തെറ്റായിരുന്നു എന്നുള്ളത് സാർ ഇപ്പൊ ക്ലാസ് എടുത്തപ്പോ മനസ്സിലായി. ആ ഒത്തിലൊക്കെ വെക്കേഷന്റെ സ്പെല്ലിങ് പോലും നോക്കാണ്ടാണ് വെക്കേഷനൊക്കെ ആൻസർ കൊടുത്തേക്കണേ. അത്രയും തെറ്റിച്ചു വെച്ചു. അപ്പൊ ട്രാൻസ്ലേഷൻ എന്നുള്ളത് നമ്മളെ ഇടങ്ങാറാക്കുന്ന ഒരു ടോപ്പിക്കാന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായി. സ്പെല്ലിങ് തെറ്റും ഒക്കെ കൊടുത്തിട്ട് നമ്മളെ ഇടങ്ങാറാക്കും. അപ്പൊ ഏതായാലും സാറിന്റെ ക്ലാസ് ഇതിന്റെ ഒരു ഈ ഓപ്ഷൻ ഉണ്ടാകുമ്പോഴേ ചോദ്യം സൗകര്യം എന്ന് പറഞ്ഞാൽ എന്താ വെച്ചാൽ ഉത്തരം ശരിയായാൽ മതി. അതാണ്. അപ്പൊ ബാക്കിയുള്ള ഇപ്പൊ അങ്ങനെ 1-2 മിസ്റ്റേക്കുകൾ കണ്ടപ്പോ മുസദ്ദിസ് എന്ന പദം എനിക്ക് തോന്നുന്നു ടൈപ്പ് മിസ്റ്റേക്ക് വന്നായിരിക്കും എന്നാണ്. അതുപോലെ നമ്മൾ ഫസ്റ്റ് പറഞ്ഞ ഒരു പദം ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു ദുയൂന് ദീവാന് കൊടുത്തിട്ടുള്ളത്, ആ ദുയൂന് വെച്ച് കൺഫ്യൂഷൻ ആക്കാൻ ഉദ്ദേശിച്ചതാണ്, പക്ഷെ ദീവാനായതാ തോന്നുന്നുണ്ട്. അങ്ങനെയൊക്കെ ചിലപ്പോ വരാം. എന്നാലും ഉത്തരം ശരി അവിടെ ഉണ്ടാവും. യു കണ്ടിന്യൂ പ്ലീസ്. ഇൻഷാല്ല PDF സാർ ആകുമ്പോ തന്നെ ഗ്രൂപ്പിലിടാ. അപ്പൊ ഇൻഷാല്ല ഈ ഇത്രയും സമയം ഞങ്ങളുടെ കൂടെ നിന്ന് ഇത്രയും വിലപ്പെട്ട അറിവുകൾ തന്നതിന് ഒരുപാട് നന്ദി. നമ്മുടെ പ്രാർത്ഥനയിൽ സാർ ഉണ്ടായിരിക്കുക. കാരണം നിങ്ങൾക്കറിയാം ഇത്രയും തിരക്കിന്റെ ഇടയിൽ നമ്മളോടുള്ള ഒരു സ്നേഹം കൊണ്ട്, നമ്മളോടെന്ന് പറഞ്ഞാൽ നിങ്ങളോട് എല്ലാവരോടുള്ള സ്നേഹം കൊണ്ടാണ് സാർ ക്ലാസ്സിൽ വന്നത്. സാർ പറഞ്ഞ പോലെ തന്നെ പരസ്യമൊന്നല്ല, എന്നാൽ ആ കമ്മ്യൂണിക്കേഷൻ കോഴ്സ് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നവരൊക്കെ അറ്റൻഡ് ചെയ്യുക. അത് വാല്യൂ ഉള്ള സർട്ടിഫിക്കറ്റ് ആണ്. അതുകൊണ്ട് മാത്രമല്ല നമുക്ക് കുറെ കൂടെ അറബിക്കിൽ ഇംപ്രൂവ് ആവാൻ പറ്റും. അറബിക്ക് മാത്രമല്ല, എനിക്ക് തോന്നുന്നു അറബിക്ക് ഇംഗ്ലീഷ് ആ രണ്ടും കൂടെ നമുക്ക് ഇംപ്രൂവ് ചെയ്യാൻ പറ്റും. അപ്പോ നന്നായിട്ട് നിങ്ങൾ എക്സാം എഴുതുക, ട്രാൻസ്ലേഷൻ കൂടുതൽ നോക്കുക, പ്രാർത്ഥനയിൽ ഞങ്ങൾ ഉൾപ്പെടുത്തുക, കൂടെ അൽമുർഷിദിന്റെ അഡ്മിന്മാരെ കൂടെ ഷാഫി സാറേയും അതേപോലെ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന ഓരോ ടീച്ചേഴ്സിനെയും ഉൾപ്പെടുത്തുക. കാരണം ഞങ്ങളെ പോലെയല്ല, ഒരു മിനിറ്റ് പോലും ഒഴിവില്ലാത്ത ആൾക്കാരാണ് സാറൊക്കെ. അപ്പോ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ഒരുപാട് നന്ദിയുണ്ട്. ഇൻഷാല്ലാ സാർ നമുക്ക് വൈൻഡപ്പ് ചെയ്തൂടെ? എല്ലാവരും പറഞ്ഞ പോലെ എനിക്ക് വേണ്ടി ദുആ ചെയ്യാം. ഇൻഷാല്ലാ ഡീറ്റെയിൽ അറിയാൻ എനിക്കൊന്ന് പേഴ്സണലി മെസ്സേജ് അയച്ചാൽ മതി. ഞാൻ ഷാഫി സാറെ നമ്പർ തരാം കേട്ടോ. ഓക്കെ ഇൻഷാല്ലാ. ഓക്കെ എന്നാ സാർ വൈൻഡപ്പ് ചെയ്യല്ലേ ക്ലാസ്? ഓക്കെ ഇൻഷാല്ലാ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.